സന്തോഷിക്കാനാണ്. അങ്ങനെയല്ലേ സാറേ? അല്ലെ? സങ്കടപ്പെടാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ വീട്ടിൽ തന്നെ. പിന്നെ എവിടെയെങ്കിലും ഒന്ന് പരിപാടി പൈസ കൊടുത്തിട്ട് സങ്കട സിനിമ കാണാൻ പോലെ പണ്ട് ആകാശം തോന്നുന്ന സിനിമ ഇറങ്ങിയത്. വീട്ടിലുള്ള നിർബന്ധം കൊണ്ട് ഞാൻ കണ്ട് പകുതി അങ്ങനെ ഇറങ്ങിപ്പോകും. പിന്നെ അത് പിന്നെ ഏത് സിനിമ കാണാൻ പോകാൻ സാധാരണ സമയം ഉണ്ടാവാറ് പോലും അഥവാ പോയാലും കരയാതെ ഒരു പരിപാടി ഞാൻ പോകുന്നത്. അതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? സഹോദരി പറയും സംസാരിക്കില്ല എല്ലാവരും. നമുക്ക് ഞാൻ പറഞ്ഞത് നമുക്ക് സന്തോഷിക്കാൻ കഴിയും വേണ്ടേ? ഈ കുടുംബസംഗമത്തില് ഞങ്ങൾ കുടുംബസംഗമം കണ്ട് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയത് കക്കാടംപൊയിലേക്ക് പോയി. സാധാരണ നമ്മൾ കൂടുതൽ വ്യത്യാസം വേണ്ടേ? അങ്ങനെ ആലോചിച്ചപ്പോൾ കക്കാടംപൊയിൽ കേട്ടിട്ടുണ്ടല്ലോ, അവിടെ പോയി അത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം അവിടെ അടിച്ചു കൊടുത്തു പറയാം. സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി നീന്തി എല്ലാവരും ബർമോഡയൊക്കെ ആയിട്ടാണ് പോയത്. അപ്പൊ നിങ്ങൾക്കും ആലോചിക്കാം, അത്തരം അനുഭവങ്ങളും ഇതിനിടയിൽ ഉണ്ടാവും. അതുകൊട്ടെ അപ്പൊ സന്തോഷിക്കാനുള്ളതാണല്ലോ ഇത്. അപ്പൊ ഈ സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സഹോദര്യത്തെ നോക്കുന്ന സന്തോഷം ഇല്ലേ? ഉണ്ടോ ഇവിടെ? ഹലോ, വെളിയിൽ പോവാ. അപ്പൊ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇത് നമ്മളല്ലാതെ ഏകദേശം സംസാരിക്കുന്നവർക്കൊക്കെ ഒരു കുഴപ്പമില്ല. അറിയാം, നിങ്ങൾക്ക് അറിയുകയും സമയം പോയാലും നിർത്താണ്ട് തീർന്നു പോകും. മനസ്സിലായാലോ? അങ്ങനെയില്ലേ? കേട്ടിരിക്കുന്നവർക്ക് എന്ത് തോന്നും? ഇയാൾക്കൊന്നും നിർത്തിക്കൂടെ, അല്ലെങ്കിൽ അവർക്ക് നിർത്തിക്കൂടെ? സ്വാഭാവികം. അപ്പൊ അങ്ങനെ ഒരു സമയപരിധി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പറയാൻ? അതെനിക്ക് സൂചന തരണം. നമ്മളങ്ങനെ അതൊരു അങ്ങനെ സംഭവിക്കുന്ന സംസാരിക്കുന്നവർ മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞു പോകും. അത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ആണ് പറയപ്പെട്ടത്. ശരി, ടീച്ചറാണോ അധ്യാപകരാണെങ്കിൽ കൂടുതൽ പറഞ്ഞു അങ്ങനെ കുഴപ്പമുണ്ട്. അതാട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്ന കുഴപ്പമെന്നറിയോ? നമ്മുടെ പ്രയാസങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. എന്നാൽ അങ്ങനെയല്ല. നമുക്ക് സത്യത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കേണ്ട കീഴോർക്ക് പഞ്ചായത്തിലെ ആൾക്കാരെ വിളിക്കുന്നത് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അത് ഉദാഹരണം പറഞ്ഞ ഒരു രാജാവ് സങ്കടപ്പെട്ടിരുന്നു സാറേ. ഒരു രാജാവ് വളരെ മൂടവട്ടായിട്ടിരിക്കുക. അങ്ങനെയല്ലേ സാധാരണ പറയുന്ന അതൊക്കെയാണല്ലോ. മൂടവട്ടായിട്ടിരിക്കുകയാണ്. എന്താ സംഭവം? മന്ത്രി ചോദിച്ചു. അന്ന് 2-3 ദിവസമായി ഇങ്ങനെ വല്ലാണ്ട് ഇരിക്കുന്നു. ഇങ്ങനെ ചിന്തരിക്കുമ്പോൾ ചിന്തത്തെ ഞാനെന്താ പറയാൻ പോകുന്ന അറിയാതെ ഈ രാജാവൊക്കെ ഇപ്പോഴും ഉണ്ടോന്ന് അറിയാം. അപ്പൊ അങ്ങനെ വന്നപ്പോ മന്ത്രിയോട് പറഞ്ഞു, എനിക്ക് വല്ലാത്തൊരു വിഷമം, ഒരു കാര്യം സാധിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ച ഒരു കാര്യം നടന്നില്ല. രാജാവാണെന്ന് ഓർക്കണം. എന്താന്ന് മനസ്സിലായില്ല. കാരണം ഈ ആഴ്ചയിൽ പിന്നെ ഊണിന് മട്ടൻ കിട്ടിയില്ലാന്നോ എന്തോ ആണ്. അല്ലെങ്കിൽ കിരീടത്തിൽ എന്തെങ്കിലും ഒരു ഡയമണ്ട് രത്നം കുറഞ്ഞു പോയതോ അത് അന്വേഷിച്ച് കിട്ടാത്തൊക്കെ ആയിരിക്കും ഈ ചങ്ങാതി വിഷമം. പക്ഷെ ഇങ്ങനെ ഇരിക്കണത് അപ്പൊ മന്ത്രിക്ക് മനസ്സിലായി ഇങ്ങനെ പോയ രാജ്യത്ത് ആയ പ്രശ്നമല്ലേ അതിന്റെ രാജ്യത്വം. അതുകൊണ്ട് പറഞ്ഞു അമ്മയ്ക്ക് ഇങ്ങനെ ആയ ശരിയല്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മന്ത്രിക്ക് എന്തെങ്കിലും മാർഗം അറിയാമോ? മാർഗം എന്റെ അടുത്തുനിന്ന് നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞു. അപ്പൊ നാളെ രാവിലെ പുലർച്ചെ നമുക്കൊരു വഴിക്ക് പോകണം. അപ്പൊ രാജാവ് എന്ത് ചെയ്യണം? കേട്ടിട്ടുണ്ടത് 99 സ്വർണ്ണനാണയം എടുത്തു വെക്കണം. കൊണ്ടുപോകണം. 99 സ്വർണ്ണനാണയം എടുത്തു വെക്കുക. നമുക്ക് പുലർച്ചെ പോകാന്ന് പറഞ്ഞു. അപ്പൊ മന്ത്രി രാവിലെ വന്നു. രാജാവ് നാണയം എടുത്തു വന്നു. അതൊരു കിഴിയിൽ കെട്ടി. അത് കിഴിയായി ഭയവത്തില്ലതാണ്. അപ്പൊ കിഴിയിൽ കെട്ടി റെഡിയാക്കി പോയി. ഇതിൽ പോയിട്ട് ആ ഗ്രാമത്തിലുള്ള ഏറ്റവും ദരിദ്രനായിട്ടുള്ള ഒരാളുടെ വീട്ടിലെത്തിയിട്ട് അയാൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ആ വാതിൽ പടിയിൽ ഈ കിഴിയോടെ വെച്ചു. എന്നിട്ടൊരു കത്ത് എഴുതി വെച്ചു. ഇത് 100 സ്വർണ്ണനാണയങ്ങളുണ്ട്. ഇത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ എടുത്തോളി. അപ്പൊ സ്വാഭാവികമായിട്ട് ഉണർന്ന് എഴുന്നേറ്റ് കഥ തുറന്നു വന്നപ്പോൾ കിഴി കണ്ടെടുത്ത് നോക്കി. അപ്പൊ എടുത്തു നോക്കിയപ്പോൾ അതില് പുറത്ത് എഴുതിയിട്ടുണ്ട് 100 സ്വർണ്ണനാണയങ്ങളുണ്ട്, ഇത് നിങ്ങൾക്കുള്ളതാണ്. അവിടെ തന്നെ അയാൾ അകത്ത് സന്തോഷത്തോടെ കൊണ്ടുപോയി എണ്ണി നോക്കി. 1, 2, 3 എണ്ണി 99. വീണ്ടും എണ്ണി 99. വീണ്ടും എണ്ണി 99. ഒരെണ്ണം അവിടെ പോയി. ഇത് ആലോചിച്ച് സത്യത്തിൽ അയാൾക്ക് ഡിപ്രഷൻ വന്നു. കിട്ടിയത് മുമ്പ് കേട്ടോ 99 കിട്ടിയത്. സാറേ ആ ഒരെണ്ണം കിട്ടാത്തല്ലേ ആലോചിച്ചത്. അതുപോലെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ എന്നോട് ദേഷ്യം തോന്നിട്ട് കാര്യമില്ല. നിങ്ങൾ മലപ്പുറം ജില്ലക്കാരാകുന്ന ഒറ്റ കാരണത്താൽ തന്നെ നിങ്ങൾക്ക് സങ്കടപ്പെടാൻ അവകാശമില്ല. ഇനി അഥവാ സങ്കടമുള്ളവരുടെ ഇപ്പൊ തന്നെ റിപ്പോർട്ട് പറ്റൂല. കാരണം ഞാൻ സമ്മതിക്കില്ല. എനിക്കറിയാം മലപ്പുറത്തെ സഹോദരി നടക്കണ്ടോ എന്താ മലപ്പുറത്തിന് പ്രത്യേകത. അത് ഒരുപാടുണ്ട്. എന്താ പ്രത്യേകത ചോദിച്ചാല് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ മൊബൈലിൽ അതിനകത്ത് അവിടെ ഇരിക്കുന്നത് ഇതിനകത്തില്ല. ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനമല്ലേ ഇന്ന് വരെ മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ ഏറ്റവും ഉപകാരപ്രദമായ സാധനം. തർക്കമില്ലല്ലോ. ഞങ്ങൾ കുടുംബസംഗമത്തിൽ ഈ മൊബൈലിന്റെ സോഷ്യൽ മീഡിയയുടെയും ഗുണവും ദോഷവും ചർച്ച 2 ഗ്രൂപ്പായിട്ട് വെച്ചു. അത് ഗംഭീരമായിട്ട് എല്ലാവരും പങ്കെടുത്തു. അപ്പൊ അത് ശരിയല്ലേ, ഉപകാരമുള്ളതല്ലേ സാറേ? എന്നാൽ ഇത്ര ഉപദ്രവമുള്ള സാധനം. അതേപോലെയാണ് ഞാൻ മലപ്പുറത്തെ കുറിച്ച് മനസ്സിലാക്കിയത്. കേരളത്തിൽ ഏറ്റവും ഊഷ്മളമായ മനുഷ്യ സഹോദര്യവും ജീവകാരുണ്യവും നിലനിൽക്കുന്ന നാടിന്റെ പേര് മലപ്പുറം. സംശയം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ തെളിവ് സഹിതം ഓരോന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം നിങ്ങൾക്കല്ലേ. അതിന്റെ ആവശ്യമില്ലല്ലോ. എന്നെ കൊണ്ട് അങ്ങനെ പറയുന്നത് ശരിയല്ലോ. സംബന്ധിച്ചാൽ നിങ്ങൾ ഒരു തർക്കം ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നബിദിനാഘോഷത്തിന് ഭാഗമായിട്ട് കടന്നോട് പരിപാടി നടത്തിയപ്പോ
ഇതേപോലെ ഇത് പറയേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട് ഈ കാലത്ത്. അതുകൊണ്ട് കൂടി പ്രത്യേകിച്ച് പറഞ്ഞു പോവുക. അപ്പൊ അവിടെ ഇവിടെ നിങ്ങളുടെ നാട്ടിൽ നമ്മൾ കെട്ടിച്ചു വിട്ട ഒരാളുടെ പഞ്ചായത്ത് മെമ്പർ ചാത്തമംഗലം, പേര് ഞാൻ മറന്നുപോയി, ഇത് സരസ്വതിയോ അങ്ങനെന്തോ ആണ്. അവന് പിന്നീട് ആശംസയിൽ പറയണം, എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു എന്റെ ജില്ലയെ കുറിച്ച് ഇങ്ങനെയൊക്കെ നിങ്ങളൊക്കെ പറയുമ്പോൾ സത്യം അതാണെങ്കിൽ ആരും പറയാറില്ലല്ലോ എന്ന് പറഞ്ഞത്. അതുപോലെ ഇവിടെ ഒരു മാഷനോട് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഈ എരഞ്ഞിമാവെന്നൊരു സ്ഥലമില്ലേ, അവിടെ ഒരു റെസിഡൻസ് അസോസിയേഷൻ പരിപാടി നടന്നപ്പോഴും സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടതുകൊണ്ട് പറഞ്ഞു പോകണം. അപ്പൊ അവർ പിന്നീട് എന്നെ വിളിച്ചു പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ജില്ലയെ കുറിച്ച് നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞല്ലോ, ഇതുവരെ കേട്ടത് അങ്ങനെയല്ലല്ലോ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ ഞാൻ പറഞ്ഞത് മൊബൈൽ ഉദാഹരണം പറഞ്ഞ ഇതാണ്. ഇത്രയും നല്ലൊരു മനോഹരമായ നന്മ നിറഞ്ഞ ജില്ലയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ നാട്ടുകാരുടെ ഇടയിൽ മോശമായ വർത്തമാനം പറഞ്ഞുണ്ടാക്കിയത്. ഇന്ന് സോഷ്യൽ മീഡിയ വന്നപ്പോൾ അതിനൊരു ഗുണം കൊണ്ട് തന്നെ ഒരുപാട് തിരുത്തപ്പെട്ടിട്ടില്ലേ സാറേ? ഉണ്ട്. ഇനി നിങ്ങളെ കുറിച്ച് നന്മ പറയുമ്പോൾ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു നന്മ പറഞ്ഞില്ലെങ്കിൽ സാറെന്നോട് ചോദിക്കാൻ മതി, ഇത് നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ ഒരു ഉദാഹരണം പോലും പറഞ്ഞില്ല, നിങ്ങളെന്തോ മനുഷ്യനാണല്ലേ ചോദിക്കൂലേ? അത് ഇത്തരത്തില്ലേ? അതിന് ഉദാഹരണമായിട്ട് ഞാനൊരിക്കൽ തീവണ്ടി പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്തെന്ന് പറയാൻ വേണ്ടിയല്ല കേട്ടോ, അത് പ്ലെയിനൊക്കെ ആണെങ്കിൽ പൊങ്ങച്ചാവും അല്ലേ സാറേ? അപ്പൊ ഒരു ദിവസം ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് വലത്തേക്കാലത്തെ പോകുമ്പോ അതിനകത്ത് ഇരിക്കുന്ന ഒരാള്, നമ്മൾ കുറെ ആളുകളുണ്ടല്ലോ ആരെ കണ്ടെങ്കിലും സംസാരിക്കുന്നത്, എന്റെ രീതി അതാ. അങ്ങനെ സംസാരിച്ച ആളെ പരിചയപ്പെട്ടു. അപ്പൊ അയാളോട് ചോദിച്ചപ്പോൾ ഞാൻ മലബാറിൽ നിന്ന് കോഴിക്കോട് നിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾക്ക് വലിയ സന്തോഷം. അയാൾ പറഞ്ഞു, നിങ്ങൾ മലബാറുകാരോട് ഞങ്ങൾക്ക് വലിയ ബഹുമാനം. ഞാൻ എന്താ കാര്യം? അപ്പൊ അതേ പറയാണ്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് KSEB ജോലി കിട്ടിയിട്ട് ആലപ്പുഴയിൽ നിന്ന് ഇവിടെ മലപ്പുറത്ത് ഒരു ഗ്രാമത്തിൽ വന്ന് ജോലി ചെയ്ത ആളാണ്. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പൊ റിട്ടയർ ചെയ്തിട്ട് എനിക്ക് തോന്നുന്ന ഒരു 20 വർഷങ്ങൾക്ക് പിന്നിട്ട് അത്ര പ്രായമുള്ളതാണ്. പേര് ഞാൻ ചോദിച്ചില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു, ഞാനവിടെ വന്ന ശേഷം ഉണ്ടായ എന്റെ അനുഭവമാണ് നിങ്ങളെ മലപ്പുറത്തുകാരെ പ്രത്യേകിച്ചും എനിക്ക് അത്രയേറെ വളരെ ഇഷ്ടപ്പെട്ടത്. എന്താ കാര്യം ചോദിച്ചു, ഞാൻ അന്നൊരു കുഗ്രാമത്തിൽ വന്ന് ജോലി കയറി. ഈ ജോലി അന്ന് മൊബൈൽ മറ്റൊന്നും ഇല്ലാത്ത കാലത്ത് ഈ ജോലി എടുത്ത് അങ്ങനെ പോകുമ്പോൾ തൊട്ടടുത്തുള്ള ആ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു അങ്ങാടിക്ക് അടുത്ത്. അന്നത്തെ പീടിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്നല്ലേ? എന്നിട്ട് ആ ഇത്ര സൗകര്യത്തിൽ ജീവിക്കും എന്ന സങ്കടേ, അതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പൊ ഈ കെട്ടിടം മേലെ ഓല കെട്ടിയിട്ട് ഒരു കയറ് കെട്ടി മേലെ കയറി പോകുന്ന ഓർമ്മയുണ്ട്? എങ്ങനെ ഒന്നും ഓർമ്മയില്ലേ? നിങ്ങൾക്കറിയാം, സ്റ്റെപ്പ് കയറി പോകുന്ന അടുത്ത് തട്ടുമ്പുറത്ത് താമസിക്കാൻ അവരില്ലേ 2 നില? ഇന്നത്തെ അല്ലല്ലോ. അതൊന്നും അറിയില്ല പാവങ്ങള്. 30-50 കൊല്ലം മുമ്പ് എത്തേണ്ടിയിരുന്നു എന്റെ വീട്ടാണ്. എന്നാ അത് നമുക്ക് അനുഭവിക്കായിരുന്നു. അപ്പൊ ഈ മോളിൽ ഇത് താമസിക്കാം. അങ്ങനെ താമസിക്കുന്ന തൊട്ടടുത്തുള്ള ഒരു വാപ്പയും 4 മക്കളുള്ള കുടുംബത്തിന്റെ ഉമ്മയുണ്ട്. അവര് ചായക്കുടിയുണ്ട്. അപ്പൊ അവിടെ ചായ കുടിക്കുക, ഇയാള് പറഞ്ഞിട്ട് ഭക്ഷണം കിട്ടും, ഊണ് വേണമെങ്കിൽ പറഞ്ഞ് കിട്ടും. അങ്ങനെ പോയി ഒരു 2-3 ആഴ്ച, 1 മാസമോ 2 മാസം പിന്നിട്ടു. ഇങ്ങനെ 2-3 മാസം പിന്നിട്ട ശേഷം ഒരു പോസ്റ്റ്മാൻ തെരഞ്ഞു വന്നു, ഒരു ടെലിഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞു. അന്ന് ടെലിഗ്രാം വന്നാൽ എന്താ സാറിന് അറിയാം? പണ്ടൊരു ടെലിഗ്രാമിനെ അവിടെ വായിച്ചിട്ട് മറിയക്കുട്ടി ഡെലിവേർഡ്, മറിയക്കുട്ടി ഡെലിവേർഡ് എന്നാ. പോസ്റ്റ്മാൻ നോക്കിയിട്ട് ഒരു വൃത്തം കിട്ടുന്നില്ല. എല്ലാവരും വായിച്ചു. അവസാനം ഒരാൾ കണ്ടുപിടിച്ചു, മറിയക്കുട്ടി മരിച്ചു. അപ്പൊ അങ്ങ് വീട്ടിലേക്ക് കെട്ടിച്ചുവിട്ട വീട്ടിലേക്കാണ് ടെലിഗ്രാം വന്നത്. അപ്പൊ ഇവര് വണ്ടിയൊക്കെ വിളിച്ച് ആകാവുന്നത്ര വെച്ചത് കാര്യം വിളിച്ച് വീട്ടിൽ ചെന്നപ്പോ മണിക്കുട്ടി ഏതായാലും കുട്ടിയിലേക്ക് കിടക്കുന്നത്. ഇതാണ് അന്നത്തെ ടെലിഗ്രാം. ഏത് വന്നാലും ഏതാണ്ടൊക്കെ നമ്മുടെയൊക്കെ പ്രായത്തിൽ എല്ലാവർക്കും മനസ്സിലാവില്ല. അന്നത്തെ കാലത്ത് ടെലിഗ്രാം വന്ന മിക്കവാറും അത്തരം ഒരു അടിയന്തര ഘട്ടത്തിൽ വരാറുണ്ട്. അപ്പൊ ഈ ടെലിഗ്രാം വന്നു കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് സീരിയസ്, മദർ സീരിയസ്. അപ്പൊ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. അപ്പൊ ഇത് കൊണ്ടുവന്ന് ആ പോസ്റ്റ്മാൻ അത് വായിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇയാൾ ജോലിക്ക് പോയ സമയമാണെങ്കിൽ എവിടെയാണെന്ന് അറിയില്ല, എവിടെയാ പോയെന്ന് അറിയില്ല. ആ ഗ്രാമത്തിൽ പല സ്ഥലത്ത് പണിക്ക് പോയതാ. അപ്പോൾ ആ പാപ്പ ചെയ്ത പണി എന്താണെന്ന് അറിയാമോ? ഈ 4 മക്കളെ വിളിച്ചു. ഒരു ബൈസൈക്കിൾ ഉണ്ട്. ആ സൈക്കിള് ഒരുത്തന്നെ എടുത്ത് കൊടുത്തു. നീ അന്വേഷിക്കുക, 4 പ്രാവശ്യം പോകാൻ പറഞ്ഞു. 4 ഭാഗവും അന്വേഷിച്ച് അവസാനം ഇയാളെ കണ്ടുപിടിച്ചു. എന്നിട്ട് അയാൾ വരാൻ പറഞ്ഞു, ടെലിഗ്രാമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് സീരിയസ് ആണ്. അപ്പൊ അയാൾക്ക് തോന്നി അവർക്ക് സീരിയസ് പറഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ട്. ഉടനെ തന്നെ അയാൾ പോകാൻ തയ്യാറായി തട്ടുംപുറത്ത് കയറി അയാളുടെ ബാഗ് എടുത്ത് താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോ ഈ ബാപ്പ, അതായത് വെറും 3 മാസത്തെ പരിചയം, ഭക്ഷണം കൊടുത്തൊരു ശീലം മാത്രമല്ല, 2 മതത്തിൽപ്പെട്ടതുമല്ല എന്നുകൂടി ഓർക്കണം. ആ മനുഷ്യനെ ഉടനെ കൊണ്ടുവിടാൻ വേണ്ടി മകനെ വിളിച്ച് സൈക്കിളിന് പുറകെ കയറ്റി കൊണ്ടുവിടാൻ പറഞ്ഞു. ബസ് വരുന്നിടത്ത് അന്ന് ഒത്തിരി ദൂരമാണ്. ആ ബസ് വരുന്നിടത്ത് കൊണ്ടയാക്കിയ ശേഷം ആ മകൻ ആ മടിയിൽ നിന്ന്, നമുക്ക് കീശയില്ലല്ലോ, മടിയിൽ നിന്ന് ഒരു പൊതി എടുത്തിട്ട് ആ മനുഷ്യന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഉപ്പച്ചി തന്നതാണ്, ഇത് വാപ്പ തന്നതാണ്. എന്താ പൈസയാ? നിങ്ങളിപ്പോ പെട്ടെന്ന് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. ആ പൈസ കൊടുത്തു. ആ പൈസ വാങ്ങി അയാൾ മനസമാധാനത്തോടെ പോയത് അയാൾ ഓർക്കുകയാണ്, മലപ്പുറത്തുകാർ എന്ന് പറഞ്ഞാൽ അംഗപ്പെട്ട മനുഷ്യരാണ്. പക്ഷേ ഈ നന്മ നിറഞ്ഞ നാട്ടിൽ ജീവിതം തന്ന പടച്ചാനെ നിങ്ങൾക്ക് പടച്ചനോട് നന്ദി പറയണ്ടേ? വേണ്ടയോ? ഇത് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ? തട്ടകാലത്ത് എങ്ങനെ മാറിപ്പോയിട്ട് മണിപ്പൂരെങ്ങാനും ആയിരുന്നെങ്കിൽ ചിന്തിക്കാൻ പറ്റുമോ? തോന്നില്ല നന്നായി നടത്താൻ. അതാ ഞാൻ പറഞ്ഞു, സമ്മതിച്ചല്ലോ. സത്യം പറഞ്ഞാൽ നമ്മൾ അനുഗ്രഹിക്കുന്നവരല്ലേ? നമുക്ക് പഠിത്തവരോട് ജീവിക്കാൻ. കോഴിക്കോട് അത്ര മോശമൊന്നുമില്ല കേട്ടോ. കാരണം നോക്കാം, കോഴിക്കോട്ടേക്കാൾ ഞങ്ങളുടെ വലിയ കാര്യമാണ്. അല്ല, നമ്മളത്ര മോശമാണോ? ജ്യേഷ്ഠനോ പോയോ? മനസ്സിലായല്ലോ.
അപ്പൊ ഞാൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് നീണ്ടുപോകും. ഇന്നലെ നമ്മുടെ ദാർസലാഹിന്റെ ആഭിമുഖ്യത്തിൽ മദ്രസ പഠനം ആശങ്ക ഉണ്ടാക്കുന്നതാണോ ഇല്ലയോ എന്നൊരു ചർച്ച ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഞാൻ ഇതുപോലുള്ള ആശയം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാ. മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ഇങ്ങനെ പറഞ്ഞു പോകും സഹോദരി. മലപ്പുറത്ത് ഒരെണ്ണം കൂടെ പറഞ്ഞില്ലേ, മോശമല്ലേ? പറയട്ടെ, അത് തന്നെ നല്ലതല്ലേ പറയേണ്ടത്. നമ്മൾ ഒരുപാട് ക്ലാസ് കൊടുത്ത് കേട്ടതല്ലേ. അതിനാണ് ഒരു 50 അല്ലെങ്കിൽ 40, 50, 60 വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂറിൽ നിന്ന്, മധ്യ തിരുവിതാംകൂർ അല്ല കേട്ടോ, മധ്യ തിരുവിതാംകൂറാ സാറേ. മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഒരുപാട് പേര് മലബാറിലേക്ക് വന്നു. ആരാന്നറിയോ? TTCP ആയിട്ട്. ഇപ്പൊ അതിന്റെയൊക്കെ പേര് മാറ്റി തോന്നുന്നു. നമുക്കത് പറയാൻ കൊണ്ട് അല്ലേ? എന്താ DL എന്താ പറയുന്നത്? നല്ല കാര്യമുണ്ട്. എന്താട്ടെ എന്താ പറയട്ടോ. അപ്പൊ ഈ വന്നതാരാണ്? ബഹുഭൂരിപക്ഷം 99% വന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളാണ്. B.Ed TTC പാസ്സായത്. കൊടുത്തിപ്പെട്ടവരവിടെ രണ്ടാമത്തെ അവരൊന്നും കാട്ടരുത്. ഞാനൊന്നും പെട്ടതാണ്. അത് ഞാൻ വൈകി വന്നാളാ. ഇങ്ങനെ വന്നല്ലോ. എങ്ങോട്ടാ വന്നത്? മലപ്പുറം, കോഴിക്കോട് ജില്ലയിലേക്ക് അല്ലേ? ഈ പ്രദേശത്തുണ്ടായിരുന്ന വിദ്യാലയങ്ങൾ ആരുടേതായിരുന്നു? 99% മുസ്ലിം സഹോദരന്മാരല്ലേ? ആണല്ലോ. വന്നത് ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളില്ലേ ഭൂരിപക്ഷം? എന്നിട്ട് ജോലി കൊടുത്തോ ഇല്ലയോ? മാലിക് ദിനാർ കണ്ടു വന്നപ്പോ കൊടുങ്ങല്ലൂരുകാർ രണ്ടു കൈയും ഇത് സ്വീകരിച്ചതുപോലെ മലബാറിലെ മഹത്വമുള്ള മനസ്സുള്ള സാഹോദര്യത്തിന്റെ മഹാമാതൃക തീർക്കുന്ന മലപ്പുറത്തുകാരായിട്ടുള്ള മാനേജ്മെന്റുകൾ ഇരു കൈയും കൊണ്ട് സ്വീകരിച്ചില്ലേ? ഈ നന്മ നിറഞ്ഞ മനുഷ്യരെയാണോ സംശയിക്കുന്നത്? വിട്ടുകൊടുക്കാൻ പറ്റില്ല. സത്യല്ലേ സഹോദരി? അങ്ങനെ സമ്മതിക്കാൻ പറ്റത്തില്ല. അത് പറയേണ്ട ഉത്തരവാദിത്വം എനിക്കും ജ്യേഷ്ഠമാഷക്കൊക്കെയാ, നിങ്ങൾക്കല്ല. മനസ്സിലായോ? എന്തിനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞ സലാം പൈസ അല്ലത് പറയണത്, ഞാൻ പറയണം. ശരിയല്ലേ? അതാണ്. അപ്പൊ അതുപോലുള്ള നന്മയുടെ നാടാണ് മലപ്പുറം. ആ അഭിമാനം നിങ്ങൾക്കുണ്ട്. അപ്പൊ അതേപോലെ അതുപോലെ അപ്പൊ ഇതിനൊരു ബദലുണ്ട് സാറേ. ചിലപ്പോ ചെല്ലി ചോദിക്കും, അത് അന്ന് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയാണോ? മലപ്പുറം ജില്ലയിലെ എനിക്ക് കുറെ സ്കൂളുകൾ അറിയാം. ഞാൻ പറഞ്ഞ അവിടുത്തെ ഹെഡ്മാസ്റ്റർ അധ്യാപകരൊക്കെ പേര് പറഞ്ഞുതരാം. എന്റെ നാട്ടിലുണ്ട്. എന്റെ ഓർഫനേജിന്റെ +2 പ്രിൻസിപ്പൽ ഇപ്പൊ അനൂപ് മാഷ, വേലായുധ മാഷ മകനാണ്. അതിന് തൊട്ടുകൂടായിരുന്ന PV ഷാനവാസ ഇല്ലെപ്പി കിട്ടിയോ? നാരായണ മകനാണ്. ഇനി എത്ര വേണം? അപ്പൊ ഞാൻ ആവശ്യം വിട്ടു. അപ്പൊ മലപ്പുറത്തുകാരുടെ ഈ നന്മയ്ക്ക് മുമ്പിൽ ഞാൻ ഹൃദയംഗമായി സല്യൂട്ട് ചെയ്യാണ്. ഈ നന്മയെ തീർച്ചയായിട്ടും ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. അതുകൊണ്ട് അതുകൊട്ടെ. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. ഈ നാട്ടിൽ ജനിച്ച് ജീവിക്കുവാൻ അവസരം കിട്ടിയെന്നുള്ളത് കൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. സന്തോഷിക്കാൻ മാത്രമേ നിങ്ങൾക്ക് എഴുതി ദുഃഖിക്കാൻ അവസരം നിങ്ങൾക്ക് ഇല്ല. അത് സമ്മതിക്കൂലേ? ശരിയല്ലേ? അത്ര ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ എന്തിന്റെ പേരിലാണ് സങ്കടപ്പെടുന്നത്? നമ്മുടെ മാത്രം കാര്യം ഞാൻ പറയുന്നത്. കുടുംബം മൊത്തം പ്രശ്നമാണ്. അതിപ്പോ തൽക്കാലം ചിന്തിക്കല്ലേ. ഞാൻ ചോദിക്കട്ടെ, അത്യാവശ്യം നല്ലോണം പെൻഷൻ ഇല്ലേ? ഉണ്ടോ സാറേ? പിന്നെ എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത്? മോശമല്ലേ? ഇതില്ലാത്തവരെ കുറിച്ച് ആലോചിച്ചായിരുന്നു. ഇവിടെ കോവിഡ് കാലം ആരാ പറഞ്ഞല്ലോ, നമ്മൾ ഫംഗ്ഷനും അല്ലെങ്കിൽ ഇത് നിർത്തിയപ്പോ ഒരു വേണ്ടിയില്ലായിരുന്നു പറഞ്ഞില്ലേ സാറുമാരാണെങ്കിൽ? ഇല്ലേ? ആ സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ടായിരുന്നോ? സത്യം മാത്രമേ പറയാൻ പറ്റോ. സത്യം പറയാൻ പറ്റാത്തവരുണ്ടായിരുന്നോ? നോണ പറയാം. കോവിഡ് കാലത്ത് നമ്മൾ കഷ്ടപ്പെട്ടോ? ഇല്ല. സത്യല്ലേ? ശമ്പളം ഉള്ളവരും നമ്മുടെ പെൻഷൻ ഉള്ളവരും ഈ ഫോൺ ഉപയോഗിച്ച് ഓൺലൈൻ ആയിട്ടെങ്കിലും നമ്മൾ ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു. അതേസമയം നല്ല കോടീശ്വരന്മാരെ വ്യവസായികളടക്കം ബുദ്ധിമുട്ടായി പോയില്ലേ? അപ്പൊ എന്നിട്ടും നമ്മൾ സങ്കടപ്പെട്ടു എന്ന് പറഞ്ഞാൽ തല്ലിട്ടായില്ല. ഞാൻ തന്നെ കേട്ടു. അതില്ല. പിന്നെ അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നമ്മളിപ്പോ ഏകദേശം ഒരു 60 വയസ്സ് കഴിഞ്ഞു കാണില്ലേ? താഴെയുള്ള ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? യൂത്ത് SSBയുടെ യുവജന സംഘടനകളിൽ ആരോട് ഇരിക്കില്ലല്ലോ. എല്ലാ 60 ഏകദേശം ആയില്ലേ? അതിന് മുകളിലേക്കായില്ലേ? സാർ എത്രയും 65? ഞാൻ സമ്മതിക്കൂല. എന്നാ പോട്ടെ, സമ്മതിച്ചു. അപ്പൊ സാറ് യുവാണ് കേട്ടോ, ഇതൊന്നും കേട്ടത് യൂത്ത് ആണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കറിയാമോ ഏതാണ്ട് പിന്നെ 1990 നമ്മുടെ എന്താണ് പറയാ ഈ ഇതില്ലേ ലൈഫ് എക്സ്പെക്ടൻസി പീരീഡ് ആയുർവേദർക്ക് എത്രയെന്ന് അറിയോ? അറിയാതെ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങളിപ്പോ നോക്കി പഠിച്ചോന്നല്ലേ. ഞാനിപ്പോ നോക്കിയപ്പോ കിട്ടിയത് 59.6 എന്നുവെച്ചാൽ 59 വയസ്സ്. അപ്പൊ നമ്മള് 30 കൊല്ലം മുമ്പായിരുന്നു ജനിച്ചിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ ഇരിക്കാനുള്ള സാധ്യത ഇല്ലായിരുന്നു. അപ്പോൾ തോന്നാലേക്ക് ഇങ്ങനെ ശാസ്ത്ര പുരോഗതിയൊക്കെ നേടി കൂടുതൽ ആയുസൊക്കെ ഉള്ള ഒരു നല്ല സമയത്ത് നമുക്ക് ജന്മം തന്നില്ലേ? അന്നോ? എന്നിട്ട് പിന്നെ എന്തിനാ സങ്കടം? പിന്നെ ഈ 60 വയസ്സ് 56 സർക്കാർ എടുക്കട്ടെ, ഈ 60 വയസ്സ് വരെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് നിലവിലുള്ള ഈ ആയുർവേദർക്ക് ഇപ്പോൾ ഉള്ളത് ഏതാണ്ട് 79 അല്ലെ 78. ഇതിനിടയിലുള്ള 60 വയസ്സ് പിന്നിട്ട് എന്ന് പറഞ്ഞാൽ വിജയകരമായി അന്തസ്സായി ജീവിക്കാനുള്ള അവസരം നമുക്ക് തന്നില്ലേ? പിന്നെ ചിന്തക്കണം നമുക്ക് സങ്കടപ്പെടാൻ. അപ്പൊ പഠിച്ചോ വിചാരിക്കില്ലേ ഇവർക്ക് ഇത്രയും കൊടുത്തിട്ടും ശരിയല്ല? ഞാൻ പറഞ്ഞ് യോജിക്കുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ ഇനിയൊരു നമുക്ക് സങ്കടപ്പെടാൻ സാധ്യതയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അത് മാത്രമല്ല
ഈ വേദം അതുപോലെ തന്നെ പുരാണങ്ങളിൽ പറയുമ്പോൾ ഞാൻ വായിച്ചപ്പോൾ കണ്ടൊരു കാര്യം, 4 യുഗങ്ങളുണ്ട്. അല്ലെ കേട്ടില്ലേ? അല്ലെ? കൃതയുഗം, ത്രേതായുഗം, പിന്നെ ദ്വാപരയുഗം, ഇപ്പോഴത്തെ കലിയുഗം എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ ഞാനിങ്ങനെ നിങ്ങളെ പോലെ തന്നെ ഇങ്ങനെ നിരീക്ഷിക്കുമ്പോ പരിശുദ്ധ ഖുർആനും ബൈബിളും അതുപോലെ ഈ വേദങ്ങളൊക്കെ പറയുന്നതൊക്കെ ഏതാണ്ടൊക്കെ ശരി തന്നെ അല്ലേ? അതിന്റെ ലക്ഷണങ്ങളൊക്കെ ഇപ്പൊ കാണുന്നില്ലേ? ഇല്ലേ? ഉദാഹരണമായിട്ട് ഇതിലൊക്കെ പറയുന്നുണ്ട് ഈ കാലഘട്ടം ആകുമ്പോഴത്തേക്കൊക്കെ തലതിരിയുന്നു. ശരിയാണോ സാറേ? ഒക്കെ തലതിരിഞ്ഞിട്ടല്ലേ ചെറുപ്പക്കാരുടെയൊക്കെ തലയിൽ CCTV വെച്ചു കൊടുത്ത അവസ്ഥയാണ്. കാരണം എന്താണെന്ന് അറിയത്തില്ല. തലതിരിഞ്ഞ നേരത്തെ ആട്ടുകല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആട്ടുകല്ല് വീട്ടിലുണ്ടായിരുന്നില്ലേ? അപ്പൊ അതിന് നടുക്കുള്ള സാധനമല്ലേ ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നത് അല്ലേ? ഇപ്പൊ എങ്ങനെയാ? നടുക്കുള്ള തവണ നിൽക്കും, മറ്റേതാ കറങ്ങുന്നത്. തലതിരിഞ്ഞില്ലേ? തിരിഞ്ഞു. അപ്പൊ ഇതുപോലുള്ളൊരു അവസ്ഥയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഈ കലിയുഗത്തിന്റെ അവസാനം ആകുമ്പോഴത്തേക്കും മനുഷ്യന്റെ ആയുസ് 25 വർഷമാണ്. അപ്പൊ ഞാനങ്ങനെ വായിച്ചപ്പോൾ ഉത്തരം നേരത്തെ കിട്ടിയത് നന്നായി. കേട്ടോ പറഞ്ഞത്? ഇതിൽ പറയുന്നു ഈ കലിയുഗം അവസാനിക്കാറാകുമ്പോഴത്തേക്കും മനുഷ്യരുടെ ആയുസിന്റെ നീളം 25 വർഷമാണ്, 3 അടി പൊക്കവും. അപ്പൊ അന്നത്തേക്ക് മറ്റൊരു കാര്യം നന്നായില്ലേ? ശരിയാണോ? 25 അത് എന്താണെന്ന് പറയാം, 10 വയസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തണം, 12 കല്യാണം കഴിക്കണം, വേണ്ടേ? അമ്മ നമ്മൾ ജയിക്കുന്നെങ്കിൽ. അപ്പൊ ഇതുപോലുള്ള അത് തമാശയാണെങ്കിലും ഇങ്ങനെ പുരാണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതേതല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. എന്തായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയപ്പോ ഇനി സന്തോഷിക്കാനുള്ള എന്താണ്? നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കണം. അതല്ലേ പ്രധാനം? ആരോഗ്യം 2 തരത്തിലുണ്ട് അല്ലേ? മനസ്സിന്റെ ആരോഗ്യവും ശരീരത്തിന്റെ ആരോഗ്യമല്ലേ? അതിന് ഞാൻ ചോദിക്കട്ടെ, ശരീരത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് ഞാൻ ഒരുപാട് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ശരീരത്തിന്റെ ആരോഗ്യം നോക്കിയാൽ ഇപ്പൊ പറഞ്ഞത് ഈ നമ്മള് ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള അത്ഭുതകരമായ പുരോഗതിയുടെ ഭാഗമായിട്ട് നമുക്ക് 90-100 വയസ്സ് വരെയൊക്കെ ജീവിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ തള്ളികളയണ്ട, അങ്ങനെ തന്നെയാണ് ബഹുഭൂരിപക്ഷവും. ശരിയല്ലേ? അപ്പോൾ അത്രയും വയസ്സ് ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരെ ആശ്രയിച്ച് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നരകിച്ച് കിടക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ നമുക്കത് വേണ്ടാതെ വെക്കാനുള്ള അവസരം ആര് തന്നിട്ടുണ്ട്? പക്ഷെ തന്നിട്ടുണ്ട് കേട്ടോ, വെറുതെ അല്ല. ഉദാഹരണത്തിന് എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? എനിക്ക് തോന്നിയത്, ഞാനൊരു ആരോഗ്യ വിദഗ്ധനൊന്നും അല്ല കേട്ടോ, ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെക്കാളും അറിയുന്നൊരു വിഷയമായതുകൊണ്ട് ഞാൻ അധികം അതിനെ കടക്കൂല. ഒന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഏറ്റവും അടുത്ത് നടക്കുന്ന കൂടെ നടക്കുന്ന ഒരാള് അവിടെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു, MK അബ്ദുറഹ്മാൻ അറിയോ? കാൽസ്യം ബാങ്കിന്റെ ചെയർമാൻ. അദ്ദേഹത്തിന്റെ ആരോഗ്യരഹസ്യം എന്നോട് പറഞ്ഞത് പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിക്കും. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുടിക്കാൻ തുടങ്ങി. നിങ്ങൾ ഇതുവരെ കുടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കുടിക്കുന്നതിന് വല്ല വിരോധം ഉണ്ടോണ്ടെങ്കിൽ എഴുന്നേൽപ്പിക്കാം. അല്ല, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അസുഖം ഇല്ലാതെ ഇരിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരുടെ എഴുന്നേൽക്കട്ടെ. സാറ് കുഴപ്പമില്ല, കുടിച്ചോളില്ലേ? ഇനി കുടിക്കാൻ പറ്റാത്തവരുടെ പറഞ്ഞാൽ മതി, ഇവിടെ 2 തന്നെ ഞാൻ ഏൽപ്പിക്കാം. സമ്മതിച്ചോ? നമ്മൾ ഇതെല്ലാം കേട്ടിട്ട് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമെങ്കിൽ ചെയ്യാൻ ഈ സ്കൂളിന്റെ അകത്തും തീരുമാനിക്കാതെ ഇറങ്ങി പോകുന്നത് പിന്നെ ഞാൻ എന്തിനാണ് പറയുന്നത്? അല്ലെ ടീച്ചറാണോ? സമ്മതിച്ചോ? ഉറപ്പിച്ചോ? ഇല്ല. മറന്നുപോയത് സത്യമായിട്ടും ഇത് അനുഭവങ്ങളിൽ ഒരുപാട് പറയുന്നതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയാം. അപ്പൊ നിങ്ങൾ ഇനി അത് ഉറപ്പിച്ചോ? ഇവിടെ ഇറങ്ങി പോകുമ്പോ നിങ്ങൾ തീരുമാനിച്ചോ? എല്ലാവരും തീരുമാനിച്ചോ? പുലർച്ചെ എഴുന്നേറ്റ് ആദ്യം എന്ത് ചെയ്യണം? നല്ല 2 ഗ്ലാസ് വെള്ളം കുടിക്കൂലേ? പിന്നെയോ ഒരു ദിവസം ചുരുങ്ങിയത് 3 ലിറ്റർ വെള്ളവും കുടിക്കണം. ഇത് ഉറപ്പിച്ചാൽ പകുതി അസുഖം നമുക്ക് മാറിയെന്ന് തീരുമാനിക്കാം. ഇപ്പൊ സന്തോഷമായില്ലേ സാറേ? അപ്പൊ ഞാൻ മരുന്ന് പറഞ്ഞതില് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അറിയാമോ? കിട്ടുന്ന പൊരിച്ചതെല്ലാം മാറ്റി തരണം. പറ്റില്ലേ? പൊരിച്ചത് വല്ല കാര്യമുണ്ടോ? ഞാൻ തിരിച്ചു പറഞ്ഞതാ. സാർ മനസ്സിലായില്ലേ? എന്താ എണ്ണ പൊരിച്ചത് പ്രത്യേകിച്ച് ഹോട്ടലിൽ തിന്നാൻ പാടുണ്ടോ? അതിന് ദോഷം നിങ്ങൾക്ക് അറിയാലോ. ഈ കെട്ടിത്തൂക്കിയിട്ട് ചെത്തി തരുന്ന പോലെ സാധനങ്ങൾ ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചോണ്ട് നിങ്ങൾക്ക് നിങ്ങൾ 2 മാസം 3 മാസം കൊണ്ട് തിന്നു വെച്ചോളി. പിന്നെ നിങ്ങൾക്ക് പൊരിച്ചത് വേണമെങ്കിൽ വീട്ടിൽ നിന്നുണ്ടാക്കി തിന്നൂടെ? അത് ദയവ് ചെയ്ത് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നത് ഞാൻ കാല് പിടിച്ചു പറയാം. അതിലൂടെ എങ്ങനെയാ ഞാൻ പറയുന്നത്? സൺഫ്ലവർ ഓയിൽ അറിയാമല്ലോ, അതിന് ശാസ്ത്രീയമായ ഒന്നും പറയുന്നില്ല, കാരണം സമയ പരിമിതിയുണ്ട്. ബാക്കി അതിന്റെ ദോഷങ്ങളൊക്കെ അറിയാൻ തന്നെ എനിക്കറിയാം. എന്നെ പോലെ അറിവുള്ളവരല്ലേ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളോട് ഇതിൽ കൂടുതൽ പറഞ്ഞത് അത് കൃത്രിമമാണ്, അത് ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിൽ, പിന്നെ എന്തെങ്കിലും സമയം റൈസ് ബാൻ ഓയിൽ പറഞ്ഞില്ലേ, തവിടിൽ നിന്നും, അതൊക്കെ ഒറിജിനൽ ആയിട്ടുള്ളത് അല്ലാതെ എല്ലാവരും പറയുന്നു. പിന്നെ എന്തിനാ നല്ല വെളിച്ചം നാട്ടിലുള്ളപ്പോൾ പിന്നെ കഴിയുന്നത് ചൂടാക്കി വറുത്ത് വലിച്ച് തിന്നുന്നത് വീട്ടിൽ കുറയ്ക്കുക. നമ്മൾ യുവാക്കൾ കഴിച്ചോട്ടെ പോരെ, നമുക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ. അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അത് അത്രയുണ്ട്. പിന്നെ ഞാൻ ചോദിക്കുന്നു, നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകുപൊടി തുടങ്ങിയതെല്ലാം വേണ്ടേ? അത് നമ്മൾ നിങ്ങളാരും കടയിൽ നിന്ന് പാക്കറ്റ് മേടിക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ പറയണല്ലോ, അത് നാടൻ നമ്മൾ തന്നെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ വിശ്വാസമുള്ള മില്ലിൽ നിന്ന് മേടിക്കണം. അത് തിന്നു. അപ്പൊ ആവശ്യം അധികം പറയുന്നില്ല. അപ്പൊ ഇനി അതെല്ലാം കൊണ്ട് നിങ്ങൾക്ക് ബാക്കി അറിയാവുന്ന വിശ്വാസത്തിൽ
എന്നെക്കാളും അറിയാവുന്നത് കൊണ്ട് അത് ബോറടിപ്പിക്കുന്ന വിഷയം ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ ഹൃദയത്തിൽ തൊട്ട് വീണ്ടും പറയുന്നു, പ്രിയരെ, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ആഹാര കാര്യങ്ങളിൽ ഏതൊക്കെയാണെന്ന് ഞാൻ പറയണല്ലോ. കഞ്ഞി കുടിക്കുന്നത് പോലെ, ദഹിക്കാൻ എളുപ്പമുള്ളത് കുടിക്കുന്ന പോലെ, സമയം കഴിക്കുന്നത് പോലെ, രാത്രിക്ക് 7 മണിക്ക് മുമ്പേ കഴിക്കുന്നത് പോലെയൊക്കെ അറിയാലോ. അതൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ കിട്ടുന്ന ക്ലാസ് അല്ലേ. അതല്ല, നിങ്ങളൊക്കെ പാലിയേറ്റീവ് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കില്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് നിങ്ങളെ കണ്ടിട്ട്, അല്ലേ? കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉള്ള സ്ഥലത്തിന്റെ പേര് മലപ്പുറമാണ്. അത് കഴിഞ്ഞിട്ട് കോഴിക്കോടുള്ളൂ. അറിയാലോ, ഞങ്ങളൊക്കെ ക്ലാസ് എടുക്കും, ഞാനതിലുണ്ട്. അവിടെ 350 രോഗികളാണ് ഒറ്റ പഞ്ചായത്തിൽ. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇതും കൂടി പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതങ്ങനെയാണ്. പിന്നെ വേറൊരു സംഗതി, വ്യായാമത്തിന്റെ പ്രശ്നമല്ലേ? ടീച്ചറെ കൈ കാണിച്ചിട്ടോ, കണ്ട വെള്ളത്തിന്റെ തഴമ്പായതിലുണ്ട്, മുളകരച്ചതിലൊക്കെ ഉണ്ട്, അല്ലെ? കാറിന്റെ കയ്യിലുണ്ട്, വണ്ടി സ്റ്റാർട്ടാക്കിയത്, സെൽഫ് കേട്ടോ. ഞാൻ അപ്പോ സത്യത്തിൽ എന്താ ഏറ്റവും കൂടുതൽ താഴ്മ എവിടെയുള്ളത്? എന്നാലും സംഗതി ആൾക്കാരിക്കാൻ പറയുന്നതാണ്. നമ്മുടെ യന്ത്രങ്ങൾ വന്നതോട് കൂടി എന്തായി മാറി? യന്ത്രവൽക്കരണം, നമ്മുടെ ശരീരം കൃത്യമായി അനങ്ങാണ്ടായി. അപ്പോഴെന്താണ്, നമ്മുടെ ഈ വീട്ടിലുള്ള പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന വാട്ടർ പൈപ്പ് ഒക്കെ പോലെ തന്നെ അതിനുള്ളിലൊക്കെ ഈ ചെടി അടിഞ്ഞു കൂടുന്നവർ നമ്മുടെ ഞരമ്പുകളൊക്കെ രക്തഓട്ടത്തിനൊക്കെ തടസ്സം വരുന്നതിന്റെ പ്രശ്നം. അപ്പൊ കൃത്യമായി വർക്ക് ചെയ്താൽ എല്ലാ ഞരമ്പുകളിലും കൃത്യമായിട്ട് രക്തം എത്തും, ഓക്സിജൻ എത്തും, നമ്മൾ രക്ഷപ്പെടും, ദീർഘായുസ് കിട്ടും, നല്ല അന്തസ്സായിട്ട് കൊണ്ട് നടക്കാൻ പറ്റും. ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ ആഗ്രഹം അധികമുള്ള ആളുകളെ കണ്ടാതെ വിളിക്കണമെന്നല്ലേ? അത് കേട്ടിട്ടുണ്ടല്ലോ, അല്ലെ? അത് ഖുർആനിലും നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ അത് അങ്ങനെ വരണേ നമ്മൾ പറഞ്ഞത് കേൾക്കണ്ടേ? വായിച്ചാൽ മാത്രം മതിയോ? അല്ലേ? എന്താണ് അയൽക്കാരൻ പട്ടം കിടക്കുമ്പോൾ നീ വയറ് നിറച്ച് ഉള്ളരുതെന്ന് പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി. ഞാൻ പകുതി വിളിച്ചു വെച്ചിട്ട് തിന്നിട്ട് കിടന്നു പറ്റായിരുന്നു. വല്ല കാര്യമുണ്ടോ? അവന് കൊടുത്തിട്ട് കഴിക്കണമെന്നല്ലേ പറഞ്ഞത്. അത് നമ്മൾ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് അതിനൊരു വഴി ഞാൻ കേട്ടു. നിങ്ങളൊക്കെ രാവിലെ മെക്സവന് പോകുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഉണ്ടോ? ഇവിടെ ഇല്ലേ? വളരെ വലിയ ട്രെൻഡാണ്. അതിന് ഏതോ വിവാദമാണ്. അവരുടെ വഴിക്ക് പോട്ടെ, നമ്മൾ അതിലേക്കൊന്നും പോകണം. നിങ്ങളൊക്കെ പോകുന്നുണ്ടോ? ആ പോകുന്നവരൊക്കെ എന്റെ കാരശ്ശേരി പഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ പ്രസിഡന്റ് ആലി ഹസൻ എന്ന ആളാണ്. അദ്ദേഹത്തിന് ഏതാണ്ട് 78 വയസ്സ് കഴിഞ്ഞു. നല്ല തടിയുണ്ട്, സാറിനേക്കാളും പൊക്കമുണ്ട്. ഞങ്ങളൊരു ക്ലസ്റ്റർ രൂപീകരിച്ചിട്ട് ഓരോ സ്ഥലത്തും പാലിയേറ്റീവ് നാട്ടുകാരെ വിളിച്ചുകൂട്ടിയിട്ട് സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ പറഞ്ഞു, ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ നല്ലോണം ഇരുന്നിട്ട് വേണ്ട രോഗിയെ നോക്കാൻ. നമ്മൾ രോഗിയാക്കാൻ പാടില്ല. ഇതിന് നടക്കുന്ന സമയത്ത് അവിടെ ഒരു പള്ളിയുടെ താഴെയുള്ള മദ്രസയിൽ എനിക്ക് പെട്ടെന്ന് ഓർക്കാം അദ്ദേഹത്തെ കുറിച്ച്. ക്ലാസ്സിന് അദ്ദേഹം നേതൃത്വം കൊടുക്കാൻ വന്നപ്പോ ഇവിടുത്തെ അവിടെ സ്റ്റെപ്പ് ആണെങ്കിൽ നേരെ അങ്ങോട്ടല്ല ഇറങ്ങിയത്. അയാൾ തിരിഞ്ഞു നിന്ന് താഴെ ഇറങ്ങിയ ഇങ്ങനെ എന്താ പറയാ, മുട്ടുമടങ്ങുക. അത്രയും ബുദ്ധിമുട്ടുള്ള ആ മനുഷ്യൻ മെക്സാൻ അവിടെ തുടങ്ങിയിട്ട് എനിക്കൊരു 3 ആഴ്ച തോന്നുന്നു. കാരമൂല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഇത് തുടങ്ങിയിട്ട് ഒരു 3 ആഴ്ച കൂടുതലായില്ല. ഇപ്പൊ അദ്ദേഹം ആ 3 ആഴ്ചയിൽ പോയതിന്റെ അനുഭവം പറയുന്നത് മുട്ടുവേദനയൊക്കെ മാറി, ശരീരത്തിൽ വണ്ണം കുറഞ്ഞു, ശ്വാസോച്ഛ്വാസമൊക്കെ നന്നായി എടുക്കാൻ കഴിഞ്ഞു, കിതപ്പ് മാറി. എന്തൊരു ഭാഗ്യം! പക്ഷേ നേരത്തെ കൊണ്ട് തന്നതുപോലെയാ. അപ്പൊ നമുക്കും അത് പരീക്ഷിച്ചുകൂടെ? ഇനി മെക്സോണിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആവശ്യമായ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വ്യായാമം നിങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പ് തന്നാൽ ഞാനിത് നിർത്താം. ക്ലാസ് അല്ല ഈ കാര്യം. സമ്മതിച്ചോ? ചെയ്യൂല. ബഹുഭൂരിപക്ഷ ആളുകൾ ചെയ്യാൻ വിചാരിക്കൂലേ? നാളെ അതുണ്ട്. അതെ. പക്ഷെ ടീച്ചർ വേറെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ചിലരെന്താ വിചാരിക്കും, നാളെ തുടങ്ങാം. അങ്ങനെ കുറച്ച് പേര് തിരിപ്പുണ്ട്. അവരുടെ പേര് വേണേ പറയാം. മറ്റന്നാൾ തുടങ്ങാം. ശരിയല്ലേ? അല്ലേ സാറേ? അങ്ങനെയുണ്ട്. അപ്പൊ പക്ഷെ ഞാൻ പറയുന്നു, നമ്മൾ ഇവിടെ നമുക്ക് തീരുമാനിച്ചിട്ട് പോയിക്കൂടെ? നിങ്ങൾക്ക് വൈകുന്നേരം അല്ലെ രാവിലെ എന്തെങ്കിലും ഒരു എക്സർസൈസ്. ഈ മെക്സവന് പോകാൻ പറ്റിയില്ലെന്ന് വിചാരിക്കാം. ചിലപ്പോൾ വീട്ടിൽ ചിലപ്പോൾ വലിയ ഉത്തരവാദിത്തം ഉണ്ടാവും. നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്താ സാറേ? കുഞ്ഞുമക്കളെ നോക്കലല്ലേ? അതല്ലേ എന്റെ ജോലി. അതല്ലേ? അപ്പൊ ചിലപ്പോ ആ സമയത്ത് നമുക്ക് പറ്റൂല. എന്നാൽ വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ? ചെയ്യോ? ചെയ്യൂല. നമ്മുടെ അതായത് ജീവിക്കുന്നിടത്തോളം കാലം ഓടി നടക്കാനും സ്വന്തം കാര്യം സ്വയമായി ചെയ്യാനുള്ള ഒരു കാര്യം ഞാൻ പറയുന്നത്. അതിനപ്പുറം വേറെ എന്തും ക്ലാസ് നമുക്ക് ആവശ്യമുള്ളത്. ബാക്കിയൊക്കെ കേട്ടിരിക്കാനല്ലേ? ജീവിതത്തിന് ഉപയോഗപ്പെടുത്തണ്ടേ? അത്ര ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ വേദി വിട്ടു പോകുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് വെള്ളം കുടിക്കുന്നത് മറക്കരുത്. ഇന്നലെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വായിച്ചു കാണും. ഇവിടെ ഒരു അധ്യാപകനല്ല, വേറൊരു മേഖലയിൽ ജോലി ചെയ്യുകയും ഭാര്യ അധ്യാപികയായിട്ട് അവിടെ ഫാസ്റ്റ് ഫുഡ് കഴിച്ച് അയാൾ ഇപ്പം മെഡിക്കൽ കോളേജിൽ എവിടെയോ ക്യാൻസർ രോഗത്തിന് കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു. സാറ് വായിച്ചു കാണും അല്ലേ? അപ്പൊ അതേപോലെയുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ചെയ്തൂടെ? പിന്നെ എല്ലാം നമ്മളല്ലല്ലോ മൊത്തം തീരുമാനിക്കുന്നത്. അതങ്ങനെ ആയിക്കോട്ടെ. എന്നാലും താൻ ബാധി ദൈവം ബാധിക്കുന്നെങ്കിലും നമ്മൾ കാണണ്ടേ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന വ്യായാമത്തിലേക്ക് കടക്കാം. പിന്നെ അടുത്തത്, നമുക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് കേൾക്കുന്നില്ലേ? ഡയറ്റിൽ കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട്. അപ്പോ
ഇനി ഞാൻ പറയുന്നത് കുറച്ച് തൊണ്ട് കൂടി പറയാം. വീട്ടിലല്ലേ നമ്മൾ സന്തോഷം കൊടുത്തിരിക്കുന്നത്? ഇവിടെ നമ്മൾ സന്തോഷത്തിലാണ്, പക്ഷെ നമ്മൾ അധിക സമയം ചെലവാക്കുന്നത് എവിടെയാ? വീട്ടിലല്ലേ. അപ്പൊ വീട്ടിലല്ലേ സന്തോഷം കൂടുതൽ വേണ്ടത്? അപ്പൊ ആ സന്തോഷം വീട്ടിലെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 85 വയസ്സായിട്ടുള്ള ഒരു അച്ഛനുണ്ടായ അനുഭവമാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടായിരിക്കും, ഈ 85 വയസ്സായ അച്ഛൻ രാവിലെ ബെഡിൽ എഴുന്നേൽക്കുമ്പോ ഒക്കെ ബെഡ് നനയാൻ തുടങ്ങി. എന്താ മനസ്സിലായല്ലോ? മനസ്സ് വിചാരിക്കുന്ന പോലെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാതായി. മൂത്രമൊഴിക്കുന്നതിന് മലയാളം. അങ്ങനെ ആയപ്പോ അച്ഛൻ്റെ ഒരു വിഷമം. ആ വീട്ടിൽ മകനും മകന്റെ ഭാര്യയും ഒരു 8 വയസ്സായ കുട്ടിയുമുള്ളത്. ഈ അച്ഛൻ ഭാര്യ മരിച്ചു പോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു. അപ്പൊ ഈ നനയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഈ മക്കളും, അതായത് മകനും മകന്റെ ഭാര്യ, അതായത് മക്കളും, ഇവരൊക്കെ നല്ലോണം സ്നേഹിക്കുന്നത്, നല്ലോണം നോക്കുന്നത് അവർ കുഴപ്പമുണ്ടായിട്ടല്ല. പക്ഷെ ഇല്ലാത്ത അവരുടെ സങ്കടം എന്താ ചെയ്യാം, ഇങ്ങനൊരു അവസ്ഥ. അപ്പൊ അദ്ദേഹം ഒരു ദിവസം എഴുന്നേറ്റിട്ട് മകന്റെ കുട്ടീനെ വിളിച്ചു പറഞ്ഞ അച്ഛനോട് വരാൻ പറഞ്ഞു. അച്ഛനെ വിളിച്ചു വരുത്തിയിട്ട് ഈ അച്ഛൻ ഈ മകനോട് പറഞ്ഞു, മോനെ നീ എന്നെ ഒന്ന് കീഴുറങ്ങിലുള്ള അല്ലെങ്കിൽ ചാത്തമംഗലത്തുള്ള വൃദ്ധസദനത്തിലൊന്നും കൊണ്ടാണ്. അന്ന് അച്ഛൻ അതെന്റെ മോനെ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. മാത്രമല്ല ഇത് കണ്ടപ്പോ ബെഡൊക്കെ നനയുന്നുണ്ട്, ഇത് കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അതിലപ്പുറമാവും. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു വിഷമം. അതെന്താ അച്ഛൻ അങ്ങനെ പറയുന്നത്? ഞങ്ങളച്ഛനെ നോക്കുന്നില്ലേ? ഞങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്തിന്റെ പേരിൽ അച്ഛൻ അങ്ങനെ പോകണം? അതൊന്നല്ല പോലെ നിങ്ങൾ നല്ലോണം നോക്കുന്നുണ്ട്, നല്ലോണം സ്നേഹിക്കുന്നുണ്ട്, അതൊന്നുമല്ല. പക്ഷെ എന്താണെന്നറിയാമോ? ആ ചാത്തമംഗലത്തുള്ള വൃദ്ധസദനത്തിൽ അപ്പുറത്തെ വീട്ടിലെ നാരായണനും ഇപ്പുറത്തെ വീട്ടിലെ മുഹമ്മദ് അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ട്. അവിടെ പത്രമുണ്ട്, ടി വി ഉണ്ട്, കാരം ബോർഡുണ്ട്, അതുണ്ട്, ഇതുണ്ട്. എന്ത് തൊഴിലാണെന്നറിയാമോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്ത് പറഞ്ഞിട്ട് അച്ഛൻ സമ്മതിക്കുന്നില്ല. അപ്പൊ അവസാനം മകൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, സമ്മതിക്കുന്നില്ല, ഇനി കൊണ്ടാക്കല്ലാതെ മാർഗമില്ലല്ലോ. അപ്പൊ ഭാര്യയോട് പറഞ്ഞു, അച്ഛന്റെ അവിടെ ഇരിക്കുന്ന വേഗം അത്യാവശ്യ സാധനം ഉപയോഗിക്കുന്നതൊക്കെ എടുത്തോളാം. അങ്ങനെ എടുത്ത് അച്ഛനെ വേണ്ടി എഴുന്നേറ്റ് തോളത്ത് കൈയിട്ട് കൊണ്ടുപോയി. എങ്ങനെ ഉണ്ടായെന്ന് അറിയോ? നേരെ തൊട്ടപ്പുറത്ത് മകന്റെ ബെഡ്റൂമിലേക്ക്, കേട്ടിട്ടുണ്ടല്ലേ? നേരെ തൊട്ടപ്പുറത്ത് മകന്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. മകന്റെ ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ട് മകന്റെ ബെഡിലിരുത്തിയിട്ട് പറഞ്ഞു, അച്ഛ ഇന്നു മുതൽ എന്റെ കൂടെയാണ് എന്റെ അച്ഛൻ കിടക്കുക. ഇനി അച്ഛന് പേടിയാവോ? ഇനി എന്റെ അച്ഛന് പേടിയാവില്ലല്ലോ. അത് ഇനി തൊട്ട് എന്റെ അച്ഛൻ എന്റെ കൂടെ കിടക്കും. എന്നിട്ട് ആ മകൻ വികാരവിരുദ്ധനായി പറഞ്ഞു, എന്നാലും എന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞല്ലോ. ഞാൻ ജനിച്ച അന്ന് തൊട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് രാത്രികൾ ഉറക്കമടച്ചും ആശുപത്രിയിൽ കാവലിൽ നിന്നും കൊണ്ടു നടന്നും പട്ടിണി കിടന്നിട്ടും ഞങ്ങൾക്ക് ഭക്ഷണം തന്ന് വളർത്തി പഠിപ്പിച്ച് ജോലിയും വാങ്ങി തന്ന് കല്യാണം കഴിച്ച് നല്ല കുടുംബമൊക്കെ ഉണ്ടാക്കി തന്ന നിന്റെ അച്ഛനെ കൈച്ചൂട്ട് പോലെ കുത്തിക്കെടുത്തി വലിച്ചെറിയണമെന്നല്ലേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചു. കൈച്ചൂട്ട് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ കുത്തിക്കെടുത്തി വലിച്ചെറിയുന്ന ഇത്രയും നല്ല ജീവിതം ഉണ്ടാക്കി തന്ന എന്റെ അച്ഛനെ കൈച്ചൂട്ട് പോലെ കുത്തിക്കെടുത്തി വലിച്ചെറിയണമെന്നാണോ നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചാൽ മകൻ പൊട്ടിക്കരഞ്ഞു. ആ അച്ഛനും മകനും കെട്ടിപ്പിടിച്ച് പറഞ്ഞാലും കരഞ്ഞു. ഞാൻ പറയുന്നു, ഈ തരത്തിലുള്ള മക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് പേടിക്കാനുണ്ട്? അതിനപ്പുറം ഭാഗ്യം വേറുണ്ടോ സഹോദരന്മാരെ? അത്തരത്തിലുള്ള മക്കളാവാൻ മക്കൾക്ക് കഴിയട്ടെ. മാത്രമല്ല, ആവശ്യമെങ്കിൽ നമ്മുടെ പരിപാടിയിൽ തന്നെ ഈ കുടുംബത്തിലെ മക്കൾ മാതാപിതാക്കളോട്, ഗ്രാൻഡ് ഫാദർ അങ്ങനെയുള്ളവരോട് എങ്ങനെ പെരുമാറാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാവുന്ന ക്ലാസ്സുകളും വേണമെങ്കിൽ, അത് പക്ഷേ ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിൽ കീഴുറമ്പിൽ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്തരത്തിലുള്ള ഒരു പരാതിയും വിഷമങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഒക്കെയും സത്യവിശ്വാസികളും നന്മ നിറഞ്ഞവരാണ്. അതിന്റെ ആവശ്യം ഉണ്ടാവില്ലല്ലോ. ആ ഒരു വിഷമം നിങ്ങൾ ആരും നമുക്ക് കാണുന്നില്ല. അങ്ങനെയാണ്. അതേസമയം മറ്റു ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇനി അതിന് ഉദാഹരണം പറയുന്നില്ല, സമയമില്ലല്ലോ. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ബാക്കി പരിപാടി ഭംഗിയായി നടക്കും. അതുകൊണ്ടാണ് ഇനി പറയുന്നത്. വലിയ ഗംഭീരമായ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ലല്ലോ. ഉണ്ട്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ സങ്കടം ഉണ്ടാവാതിരിക്കണമെങ്കിൽ, സന്തോഷിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുക. നമ്മൾ വീട്ടിൽ കുത്തിരുന്നെങ്കിൽ ചിന്തിക്കാറുണ്ടോ? ഉണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ പറ്റിയ അബദ്ധങ്ങൾ, സംഭവിച്ച കാര്യങ്ങൾ, നഷ്ടങ്ങൾ, ഇതൊക്കെ ആലോചിച്ചാൽ സന്തോഷം ഉണ്ടാവും. ഒരു കാരണവശാലും കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് നമ്മളിത് ചിന്തിക്കണ്ട. അങ്ങനെ ചിന്തിക്കാൻ പോയാൽ മിക്കവാറും നമുക്ക് സങ്കടമായി മാറും. ആ സങ്കടം ഡിപ്രഷനായി മാറും. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും മൂല അതിന് എന്തൊക്കെയാ വഴി എന്നുള്ളത് വെച്ചാൽ, ഒന്ന് പുസ്തകം വായിക്കാം അല്ലേ? നമുക്ക് ഇഷ്ടം ചിലർ പുസ്തകം വായിക്കുന്നവരാണ്. ഇന്ന നാട്ടിലുള്ളവരൊക്കെ എഴുത്താ തുടങ്ങി കേട്ടോ. അറിയാമോ? കേട്ടില്ല? ആ പ്രദേശത്ത് കാശ്മീരിലെ 4-5 റിട്ടയറായിട്ടുള്ള വനിതകൾ തന്നെ എഴുത്തുകാരെ വന്നിട്ടുണ്ട്. കാശ്മീരിലൊക്കെ കഴിഞ്ഞ ദിവസം 10 വനിതകളെ ആദരിച്ചവിടെ. അറിയാമോ? ഒന്ന് കോന്തരക്കിസ. അങ്ങനെ പറയാം. അതുപോലെ നിങ്ങൾക്ക് എഴുതിക്കൂടെ? അപ്പൊ അതുപോലെ നമുക്ക് എന്ത് വേണം? അതുപോലെ നമ്മുടെ കാശ്മീരി യൂണിറ്റിൽ സ്ഥിരമായി കവിത എഴുതുന്ന കുറെ പേരുണ്ട്. ആ കവിത എഴുതി നന്നാവുന്നുണ്ട്, എല്ലാവരും വായിക്കുന്നുണ്ട്, അഭിനന്ദിക്കുന്നുണ്ട്. അവർ അപ്പോൾ എത്ര ആനന്ദിക്കുന്നുണ്ട്. അവർക്ക് സങ്കടമില്ലല്ലോ. അതുപോലെ നമുക്കും ഇഷ്ടപ്പെട്ട, നമുക്ക് യോജിച്ച എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുക. ഒന്നെങ്കിലും അമ്പലക്കാരും മറ്റോ പള്ളിക്കപ്പറ്റോ എന്തിനെങ്കിലും പോകണം.
വെറുതെ ഇരിക്കുന്നത് കേട്ടോ. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപാട് കാര്യം പച്ചക്കറി കൃഷി പോലെയുണ്ട്, വായനശാലയിൽ പോകുന്നത് പോലെ. ഞാനിത് അതൊരു ഒരു പ്രത്യേക ഡയറക്ഷൻ ആവശ്യമില്ലല്ലോ, എന്തൊക്കെ ചെയ്യാം. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ടിവിയിലോ ഇനി മൊബൈലിൽ നേരത്തെ പറഞ്ഞ കുഴപ്പക്കാരനാണെങ്കിൽ അതിനകത്ത് ഒരുപാട് കോമഡി ചിരിക്കാൻ കഴിയുന്ന ഒരുപാട് സാധനമുണ്ട്. സങ്കടപ്പെട്ട് നമുക്ക് കാണുന്ന സാധനം അതിന്റെ ആവശ്യമില്ല. അതിന്റെ നമുക്ക് തന്നെയല്ല നമുക്ക് ചിരിക്കാൻ കഴിയുന്ന അങ്ങനെയാണെങ്കിൽ അത് അതിനേക്കാൾ ഏറ്റവും നല്ലൊരു മരുന്നാണ് കുഞ്ഞുമക്കൾ വീട്ടിലുണ്ടെങ്കിൽ. വേറെ ഒന്നും വേണ്ട. കൊച്ചുമക്കൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ നല്ലോണം അങ്ങനെ ലാളിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമുക്ക് അതിനുള്ള അന്ന് നമ്മുടെ ഒരു സാഹചര്യം അതല്ല, പിന്നെ നമ്മുടെ ഒരു അവസ്ഥ അറിവൊക്കെ അതുപോലെ. ഇപ്പൊ നമുക്ക് കുഞ്ഞുമക്കളുണ്ടെങ്കിൽ സന്തോഷിക്കാൻ വേറെ ഒന്നും വേണ്ട, അവരെ കൂടെ കൂടിയാൽ മതി. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ഞാൻ കുറയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വീട്ടിലെ നമ്മുടെയൊക്കെ സന്തോഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം കെടുത്തുന്നതും തരുന്നതുമായ ഒരു വില്ലൻ നമ്മുടെ നാക്കാണ്, അല്ലേ? സമ്മതിച്ചോ? ഏറ്റവും പറഞ്ഞ സാധനം സൂചിപ്പിച്ചു നമ്മുടെ നാക്ക്, അല്ലേ? ശരിയല്ലേ? അതാണ്. അതിന് ഒരു ഉദാഹരണം പറയാം. ഒരു ദിവസം ഒരു അമ്മ, ഒരു 60 വയസ്സൊക്കെ പ്രായം ഉള്ള ഒരു അമ്മ എന്റെ അടുത്തേക്ക് വന്നു. എന്റെ ഞാൻ എന്തെങ്കിലും പറയുന്നത് കേട്ടില്ല. അപ്പൊ വന്നപ്പോ ഇത് വല്ലാതെ മുഷിഞ്ഞു, ആകെ ഒരു സങ്കടത്തിലാണ്, എന്നാൽ കുറച്ച് ദേഷ്യമുണ്ട്. എല്ലാം കൂടി വന്നു എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ ചെന്താ അത് മാഷെ കാണാൻ വേണ്ടി വന്നു, അതിന്റെ കെട്ടിയെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ചെന്താ മനുഷ്യരുണ്ടല്ലോ എപ്പ കണ്ടാലും എന്നെ തല്ലു. ഇങ്ങനെ ഒരു ഭർത്താവുണ്ട് കോഴിക്കോട് ജില്ലയിൽ. ഇതുപോലെ തല്ലുന്നൊരു ഭർത്താവ് വേറെ ഇല്ല മാഷേ. പിന്നെ ബാക്കി അവിടെ പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞേ എന്താ കാര്യം എന്നുള്ളത് വീണ്ടും ചോദിച്ച് മനസ്സിലാക്കി. അപ്പൊ എന്താ പറയുക, ഇയാൾ 8 മണിക്ക് ജോലിക്ക് പോകും, രാത്രി ഒരു 7-8 മണിക്ക് തിരിച്ചു വരും. അപ്പൊ ഈ വീട്ടിൽ ഈ സമയത്ത് ഇയാൾ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് തല്ലു കിട്ടും. രാവിലെ പോകുമ്പോൾ വീട്ടുകാരൊന്നും കിട്ടാതിരിക്കത്തില്ല. ഇങ്ങനെ തല്ലുന്നൊക്കെ സാറേ മോശമല്ലേ? അപ്പൊ ഇവരുടെ സങ്കടമൊക്കെ മനസ്സിലായി, കാര്യങ്ങൾ പിടികിട്ടി. അപ്പൊ എന്താ പരിഹാരം? അയാളൊന്ന് ഉപദേശിക്കണമെന്ന് എന്നോട് പറയുന്നത്. ഞാൻ ഉപദേശിക്കാം. അപ്പൊ അതിന് ഉപദേശിക്കുന്നതിന് ഞാൻ ഇന്ന് തന്നെ പങ്കെടുക്കുന്ന ഉപദേശിച്ച ശരിയല്ല. അതിനൊരു മുന്നൊരുക്കമുണ്ട്. എന്താ മുന്നൊരുക്കം അറിയാം? ഇന്നിപ്പോ അദ്ദേഹം പോയില്ലേ, ഇന്ന് എപ്പോഴാ വരിക? 7 മണി കഴിയുമ്പോൾ അയാൾ ഭർത്താവ് വരാറാകുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ പറയാമോ, നല്ല ജീരകവെള്ളം എടുത്തു വെക്കുക. ആ ജീരകവെള്ളം ഒരു 1/2 ഗ്ലാസ് എടുത്തു വെക്കുക. അയാൾ വരുന്നു, കയറി മുറ്റത്ത് കയറി നമ്മുടെ വീട്ടിലേക്ക് എത്താറാണ് പെട്ടെന്ന് ചെന്നിട്ട് ഗ്ലാസ് എടുത്ത് വായിൽ ഒഴിക്കുക. കുടിക്കരുത്, തുപ്പിക്കളയരുത്. അത് വായിലുണ്ടായിക്കോട്ടെ. എന്നിട്ട് വന്നു കഴിയുമ്പോൾ അയാൾക്ക് വസ്ത്രമൊക്കെ മാറാനൊക്കെ കൊടുത്ത് ഭക്ഷണം കൊടുത്താൽ ഉറങ്ങി കഴിയുമ്പോൾ തുപ്പിക്കളയാം. പിറ്റേ ദിവസം രാവിലെ ഭർത്താവ് എഴുന്നേക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നിങ്ങൾ എഴുന്നേക്കണം. നിങ്ങൾ എഴുന്നേൽക്കുന്ന തൊട്ട് മുമ്പ് നേരെ പോവുക, എടുക്കുക, വായിലാകുക. പിന്നെ ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് തുപ്പിക്കളയാം. ഇങ്ങനെ ഒരു 2 ആഴ്ച എഴുതിട്ട് വാ, ഞാൻ അയാളെ ശരിയാക്കി തരാം. ഇങ്ങനെ പോയിട്ട് 4-5 ദിവസം കഴിഞ്ഞപ്പോ ആ അമ്മ കുറച്ച് വൃത്തിയായി, ഉള്ളിലൊക്കെ ചീരി കെട്ടി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സന്തോഷമൊക്കെയായി സാരി കൊടുത്താ വരുന്നത്. വന്നിട്ട് പറഞ്ഞു, മാഷ് ദൈവം തന്നെയാണ്. അത് പിന്നെ അയാൾ എന്നെ തല്ലില്ല മാത്രമല്ല, പക്ഷേ ഇത് ഇന്നലെ വാങ്ങി തന്ന സാരിയാണ് കേട്ടോ. അപ്പൊ എന്ത് മനസ്സിലായി? ഇതിലുള്ള കാര്യമുണ്ടോ? അതൊരു തമാശയാണ്. സത്യം മാത്രം പറയാം. സത്യമല്ലേ? നമ്മളൊക്കെ ദുർബലരായ മനുഷ്യരല്ലേ? ചെറുപ്പത്തിലായി പോവും. ഈ നാവിനെ നിയന്ത്രിക്കാതെ കുഴപ്പമുണ്ട്. അതല്ലേ പലപ്പോഴും വീട്ടിൽ വലിയ പ്രശ്നമാകുന്നത്. അപ്പൊ നമുക്ക് വീട്ടിൽ തീരുമാനിക്കാം, നമ്മൾ കുറച്ച് പ്രായമായാലും നമ്മുടെ കുറ്റല്ലെങ്കിലും ഇനി നമുക്ക് നമ്മുടെ നമുക്ക് ആവശ്യമില്ലാതെ എടുക്കണ്ട തീരുമാനിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടില്ല. നമ്മുടെ ആരും പറയില്ലോ, നാട്ടിൽ എടുക്കണം. എങ്ങനെ? നല്ല സ്നേഹത്തോടു കൂടി വേണ്ടേ? അപ്പൊ ഇല്ല, അതിത് കോഴിക്കോട് ഒരു ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലാന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലും ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ പറയുമ്പോൾ ഓർക്കും പറയുന്ന. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ അന്ന് ഈ ഐവിഷ ശാഖ എന്ന് പറഞ്ഞ വഴി ഒരു CBI അവരുടെ ഭാര്യ കൗൺസിലറാണ്. അവരെ ആശംസ പറയാൻ വേണ്ടിയിട്ട് വന്നപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ചിരിച്ചത് പുരുഷന്മാർ അവിടെ. അപ്പൊ ആ ആശംസ പറഞ്ഞവരോട് ചോദിച്ചു, മാഷ ഇത് പുരുഷന്മാർക്ക് പറ്റുന്ന മരുന്നാണോ ചോദിച്ചു. നിങ്ങൾക്ക് പറ്റിട്ടോ? നമുക്ക് എല്ലാവർക്കും പറ്റും, നിങ്ങൾക്ക് മാത്രമല്ലാണോ? അപ്പൊ അതാണ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പൊരുളത്തോടു നമ്മുടെ നാക്ക് ആവശ്യമില്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന, പ്രകോപിപ്പിക്കുന്ന, ദേഷ്യം പിടിക്കുന്ന തരത്തിൽ ഉപയോഗിക്കാതിരുന്നാൽ ആ വീട്ടിൽ നമുക്കും അവർക്കും സന്തോഷമാവും. ശരി, ആ തളിയാൻ പറയും. ഇനി അതേപോലെ തന്നെ മറ്റൊന്ന്, നമ്മുടെ മനോഭാവം ഒരു പ്രധാന ഘടകമാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു ദിവസം ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ ഇതേപോലെ ഒരു 65-കാരിയായ അമ്മ ഒരു സഞ്ചിയൊക്കെ പിടിച്ച് അവിടെ നിൽക്കുക. സഞ്ചിക്ക് തൂക്കി നിൽക്കുകയാണ്. അന്ന് ഞാൻ മണാശ്ശേരിയാണ് താമസിക്കുന്നത്. അപ്പൊ എന്നെ കണ്ടപ്പോ തന്നെ ഇവർ കരയാൻ തുടങ്ങി. ഇതെന്താ അമ്മ റോഡിൽ നിന്നിട്ട് അതോ മനസ്സിലെ ഞാൻ എന്റെ മോളെ വീട്ടിലേക്ക് പോവാ. എവിടെയാ മോളെ വീട്? അത് ചാത്തമംഗലത്ത്. ചാത്തമംഗലത്തേക്ക് പോകുന്നതിന് കരയണം, മോളുടെ വീട്ടിൽ പോകുന്നതിന് ആരെങ്കിലും കരയോ? അതല്ല പക്ഷേ എന്റെ മോന്റെ വിഷമം കണ്ടിട്ട് ഞാൻ കരഞ്ഞു പോയാ. ഇന്ന് മോൻ എന്ത് പറ്റി? അപ്പോ എന്റെ മനോടല്ലേ എന്റെ മോൻ കെട്ടിക്കൊണ്ട് വന്ന് അവള് ഒരു പണിയെടുക്കത്തില്ല. അവള് രാവിലെ എഴുന്നേറ്റ് കസേര എടുത്ത് പത്രം വായിക്കാം. എന്റെ മോനാണ് ചായ ഇടുന്നത്, എന്റെ മോനാണ് കുട്ടിനെ കുളിപ്പിക്കുന്നതും സ്കൂളിൽ കൊണ്ടുപോകാൻ ഒരുക്കുന്നതും അവന്റെ ബാഗൊക്കെ എടുത്തു കൊടുക്കുന്നതും ബസ് കയറ്റി കൊടുക്കുന്നതും.
ഞാൻ അവനെ എങ്ങനെ വളർത്തിയാന്ന് അറിയാവോ മാഷേ? ഞാൻ കരയണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം ഉണ്ടാക്കിയ പോലെ. അപ്പൊ ഇപ്പൊ എവിടെ പോണത്? എവിടെ പോണത്? മോളെ വീട്ടിലില്ല. അപ്പൊ ഞാൻ ചോദിച്ചു മക്കളെ കണ്ട് ആ മോൾ അവിടെയാ. അപ്പൊ മോക്ക് എന്തുണ്ട്? മോക്ക് സുഖം തന്നെയാണ്. മോക്ക് അവിടെ പരമാനന്ദ പക്ഷേ അതെ അതോ എല്ലാ പണിയും ഓൻ ചെയ്തു. അവിടെ സകല പണി ഓൻ ചെയ്തോളൂ. അപ്പൊ എന്താ പ്രശ്നം മനസ്സിലായോ? ഇത് ഞാൻ ആരോടാ പറയുന്നത്? എന്നോടും നിങ്ങളോടുവാ. അപ്പൊ നമ്മൾ ഇതുപോലെ ശ്രദ്ധിക്കണ്ടേ? മനസ്സിലായോ? നമ്മുടെ കുഴപ്പമില്ല ഇതല്ല. അപ്പൊ നമ്മൾ വീട്ടിൽ വന്ന മരുമകളായാലും ആരായാലും അവരെ എല്ലാം ഒരുപോലെയാണ്. അവരെ പരമാവധി കുറ്റപ്പെടുത്താൻ നിൽക്കാണ്ട് കുറ്റം കണ്ടാലും മെല്ലെ ഒന്ന് മാറി നിന്നാൽ വല്ല കുഴപ്പമുണ്ടോ? അതാണ്. അതിന് എല്ലാത്തിനും തിരുത്താൻ പോകണ്ട. കാരണം അവർ ന്യൂജന സാറേ. അവർ മുടിയൊക്കെ പ്രത്യേക രീതിയിൽ വെട്ടിക്കൊണ്ട് വരും. എന്റെ മകളുടെ കുട്ടീനെ മുടി ഇവിടെ ചെറുത്തി കുറച്ചിങ്ങനെ കൊണ്ടുവന്നു. സ്കൂളിൽ ചെന്നപ്പോ പ്രിൻസിപ്പാൾ ചെറുത്താറുണ്ട്. അത് ഞാനല്ലേ കേൾക്കുന്നത്. ഞാൻ വീട്ടിൽ വന്നപ്പോ മകനും മകളും പറയാം അച്ഛൻ എന്നറിയാം. എനിക്കൊന്നും അറിയില്ല. പിന്നെ ഞാൻ തർക്കിക്കാൻ പോയാൽ പ്രശ്നമില്ല. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഏതെല്ലാം വേഷം കെട്ടിയിട്ടുണ്ട്? സത്യം പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? മനസ്സിലായി? നമ്മുടെ മുടി അതങ്ങനെ നമ്മുടെ ഷർട്ടൊക്കെ ഓർമ്മയുണ്ടോ? ഇല്ലേ? പണ്ടത്തെ ആനക്കാലം അല്ലെങ്കിൽ പല പറഞ്ഞിട്ട് നടന്നതല്ലേ? അപ്പൊ അവരുടെ പ്രായത്തിൽ അവരെങ്ങനെ ആയിക്കോട്ടെ നമ്മൾ അത് അന്വേഷിക്കാൻ പോകാതെ അവരെ കണ്ടിട്ട് നമ്മൾ അതില് കുറ്റം പറയാൻ നിൽക്കാതിരുന്നാൽ നമുക്ക് അവർ നമ്മളോട് സ്നേഹം നമുക്ക് അവരോട് സ്നേഹം വർദ്ധിച്ചു തന്നെ നിൽക്കും. അത് വെറുതെ വിഷമം ഉണ്ടാക്കാതിരിക്കാന്നുള്ള ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ അടുത്തത് സമയം എത്രയായി സാറേ? നിങ്ങൾ പോയിട്ടില്ലേ? അപ്പൊ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മനസ്സ് തന്നെ. മനസ്സ് ശരീരം പറഞ്ഞ മനസ്സാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? മനസ്സല്ലേ ഏറ്റവും പ്രധാനം? ആണോ സാറേ? ആ ബാങ്കിലിരിക്കുന്നവർ കേൾക്കുന്നുണ്ടോ? അവരോട് ചോദ്യം ചോദിക്കണം. ആ ബാങ്കിലിരിക്കുന്നവർ ചോദിക്കാണ്, പല്ലുവേദന വന്നിട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ കേട്ടിട്ടുണ്ടോ? അവിടെ വീടുകളിൽ ഉണ്ടോ? ചെവി വേദന മനസ്സിന് വിഷമം ഉണ്ടായിട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്തോ? ഉണ്ടല്ലേ? അപ്പൊ മനസ്സിന് പ്രശ്നം തന്നെയാണോ? അപ്പൊ ശരീരം മാത്രമാണോ പ്രധാനം? മനസ്സും പ്രധാനമാണ്. അപ്പൊ മനസ്സിന് എന്ത് വേണം? മനസ്സിനും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിനെ ശുദ്ധമാക്കണം അല്ലെ? മനസ്സ് കേടായാലും കുഴപ്പമില്ലേ? ഈ മനസ്സ് കേടാക്കുന്ന സാധനങ്ങൾ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം എന്നൊക്കെ പറയുന്ന സാധനങ്ങളാ. കുശുമ്പേ, അസൂയ. നിങ്ങൾക്ക് അസൂയ ഉണ്ടോ? അതറിയാം. അത് മനുഷ്യർക്കെല്ലാം ഉള്ളതാ. ഒരു പാമ്പ് മിന്നാമിനിങ്ങനെ വിഴുങ്ങാൻ പോയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? സമയമില്ല. ഓരോ പറഞ്ഞു പോകുമ്പോ അപ്പൊ എപ്പോഴും നിർത്താട്ടോ. അതനുസരിച്ച് നിങ്ങൾ അന്വേഷിച്ചിട്ട് സമയം പറഞ്ഞാൽ മതി. അപ്പൊ പാമ്പ് മിന്നാമിനിങ്ങനെ വിഴുങ്ങാൻ പോവാണ്. അപ്പൊ മിന്നാമിനിങ് പാമ്പിനോട് ചോദിച്ചു, നീ എന്തിനാണ് എന്നെ വിഴുങ്ങുന്നത്? ഞാൻ ഒരു രണ്ടു ചോദ്യം ചോദിച്ചോട്ടാ ചോദിച്ചു. ചോദിക്കാൻ പറഞ്ഞു, നീ എന്തിനാണ് എന്നെ വിഴുങ്ങുന്നത്? ഞാൻ നിന്റെ ആഹാര ശൃംഖലയിൽ പെട്ടതാണോ? അല്ല. പിന്നെ ഞാൻ നിന്നെ എന്തെങ്കിലും ഉപദ്രവം ചെയ്തോ? ഇല്ല. പിന്നെ നീ എന്തിനാ എന്നെ വിഴുങ്ങുന്നത്? നിന്റെ തിളക്കം എനിക്ക് സഹിക്കുന്നില്ല. ഇത് മനുഷ്യരുടെ കുഴപ്പ. അങ്ങനത്തെ അസൂയൊന്നുമില്ലല്ലോ. സൂക്ഷിച്ചൊക്കെ അറിയാം ഇല്ലല്ലേ? അപ്പൊ നമുക്ക് അത്തരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം. നമ്മളത് തൽക്കാലം മാറ്റി വെക്കണം. മനസ്സിലായോ? അപ്പൊ മനസ്സിനെ ശുദ്ധമായി ഞാൻ പറയുന്നു, ശുദ്ധമായ മനസ്സാണെങ്കിൽ നമുക്ക് സന്തോഷം തയ്യ വരും. ദൈവം ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്ന അറിയാം. ഒരു സംശയമില്ലല്ലോ. അതാണ് സത്യം. അപ്പൊ അങ്ങനെ ഈ പറയുന്ന അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട് നമ്മുടെ മനസ്സിന്റെ ഇത്. അതില് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ കലിയുഗത്തിൽ പറയുന്നത് അറിയാം. കലിയുഗത്തെ കുറിച്ച് പറയുന്നത് ഈ കലിയുഗത്തിന് മുമ്പുള്ള യുഗങ്ങൾ ആദ്യത്തെ യുഗം ഹൃദയുഗമാണ്. അതിൽ പറയുന്നത് ഈ നല്ല മനുഷ്യരെ ദേവനെന്നും മോശക്കാരെ അസുരനെന്നുമാണ് പറയുന്നത്. ദേവന്മാർക്ക് അന്നൊരു ഗ്രഹം, അസുരന്മാർക്ക് അന്ന് വേറെ ഗ്രഹമായിരുന്നു പറഞ്ഞത്. അതായത് സ്വർഗം നരകം. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് രാജ്യമായിരുന്നാണ്, അയോധ്യയും ലങ്കയും. രാവണനൊക്കെ കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് രണ്ട് കുടുംബം, കൗരവരും പാണ്ഡവരും. ഇപ്പൊ പറയുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോ അത് പറയുന്നത്, ബാക്കി പറയാനല്ല. ഇപ്പൊ പറയുന്നത് ഈ ദേവനും അസുരനും, അതായത് മോശക്കാരനും കുഴപ്പക്കാരനും ഒരേ മനുഷ്യന്റെ ഉള്ളിൽ തന്നെയാണ്. ശരിയാണ്? ദേവൻ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ രാത്രി വൈകുന്നേരം 9 മണിക്ക് ശേഷം വന്ന് നോക്കിയാൽ ഇപ്പൊ എല്ലാവരും ദേവന്മാരാണ്. വളരെ ഡീസന്റാ. ചിലപ്പോ ഒരു 9:30 കൊണ്ട് വന്നാൽ അവിടെ കേൾക്കാം, നിന്നോട് ഞാൻ പലവട്ട പറഞ്ഞിട്ടില്ലേ ഇതിനകത്ത് നമുക്ക് ഇത്രക്കിടരുതെന്ന്. അതെന്താ മനുഷ്യ എന്നും ഞാൻ നിന്ന് കൂടി പോയാലും അതിനാണോ ചോദ്യം ചെയ്യുന്നത്? അപ്പൊ ഈ പഴയ ഓണിന ടി വിയിലേതില്ലേ കൊമ്പ്, അതൊക്കെ വെച്ച് നമ്മൾ ഇത് നിൽക്കാം. ശരിയല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇത് കിടപ്പുണ്ടല്ലോ.
ശരിയല്ല? ഞാൻ പറഞ്ഞത് തെറ്റണ്ട, സത്യമായിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി തന്നെയാണ് അതിനെ ശുദ്ധീകരിക്കണം. മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും നല്ല ഒന്ന് നമ്മുടെ തീർത്ഥാടനം ശബരിമലയ്ക്ക് പോകുന്ന പോലെ തന്നെ ഹജ്ജിന് പോകുന്നവരും ഉമ്മയ്ക്ക് പോകുന്നത് പോലെയുള്ള നന്മ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് ശുദ്ധാവൂലേ? ഹജ്ജ് ചെയ്തവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അവർക്കറിയാലോ. അപ്പൊ അതേപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന നല്ല നല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ട്. പുസ്തകം വായിച്ചൊക്കെ എത്രയോ പേര് മാറുന്നില്ലേ? അതുപോലെ നല്ല ക്ലാസ്സുകൾ കേൾക്കാൻ നമുക്ക് സാധ്യത ഉണ്ടെങ്കിൽ നല്ല നല്ല വയലുകളൊക്കെ പോലെയുള്ള ക്ലാസ്സുകൾ, അമ്പലത്തിൽ പ്രഭാഷണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഓരോരുത്തർക്ക് അവസരങ്ങളുണ്ട്. അത് കേൾക്കുമ്പോൾ മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ എനിക്ക് തോന്നുന്നത്, സമയം നോക്കി എനിക്ക് ഒരു ഉദാഹരണമായി കുറച്ച് സമയം എടുത്തതെന്ന് പറയുന്നത് കേട്ടോ, അത് നമ്മുടെ സ്വന്തം മഹാത്മാഗാന്ധിയില്ലേ, മഹാത്മാഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ് അതിന്റെ ആത്മകഥ. ഈ ആത്മകഥയില് അതേ പറയുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സാധാരണ കുട്ടിയെ പോലെ സകല കുഴപ്പവും നന്മയും ഒത്തുചേർന്ന് നടന്ന കുട്ടി പിന്നീട് ജീവിതത്തിൽ അത്ഭുതകരമായി മാറിയിട്ട് ലോക മഹാത്മാവായി മാറിയത് പ്രധാനമായും 2 പുസ്തകങ്ങളാണ്. അതിലൊന്ന് ശ്രവണ വികൃപത്തിയാണ്, അത് ഞാൻ പറയുന്നില്ല. രണ്ടാമത്തേത് ഹരിചന്ദ്ര ചരിതമാണ്. ഈ ഹരിചന്ദ്ര ചരിതം പുസ്തകം വായിച്ചു ശേഷം ഒരു നാടകം കാണാം. ആ നാടകം കണ്ടു കഴിഞ്ഞിട്ടാണ് ഈ മാറ്റം ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. അത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ പോർബന്തറിൽ ഒരു വായനശാലയുടെ വാർഷികാഘോഷം നടക്കുമ്പോൾ അദ്ദേഹം പോയിട്ട് ആ നാടകം നടക്കാൻ പോകുന്ന വേദിക്ക് മുന്നിലിരുന്നു. ഒരുപാട് പേര് 100-500-ലധികം അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും. അങ്ങനെ രാത്രിയാണ്. അപ്പൊ അവിടുന്ന് നാടകത്തിന്റെ രീതിയൊക്കെ ഉണ്ടല്ലോ, ബെല്ലടിച്ചു. അടുത്തൊരു ബെല്ലോടുകൂടി ഞങ്ങൾ നാടകം ആരംഭിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ഹരിചന്ദ്ര ചരിതം. സൂര്യവംശ രാജാവ് ഹരിചന്ദ്ര മഹാരാജാവ് രാജ്യം ഭരിക്കുകയാണ്. അദ്ദേഹം രാജ്യം ഭരിക്കുന്ന കാലത്ത് ലോകത്തിലെ ഏറ്റവും അധികം കീർത്തിമാനായി തീർന്നു. 14 ലോകങ്ങളിൽ പ്രശസ്തി നേടുന്നു. എന്ത് ചോദിച്ചാലും ഹരിചന്ദ്രനെ പോലെ, ഹരിചന്ദ്രൻ രാജ്യം പോലെ. എന്താ കാര്യം എന്നറിയാമോ? അദ്ദേഹം സത്യസന്ധനാണ്. അദ്ദേഹത്തിന് ജീവൻ പോയാലും വാക്ക് പാലിച്ചിരിക്കും. രാജ്യമോ ജീവനോ എന്ത് നഷ്ടപ്പെട്ടാലും വാക്ക് പാലിച്ചിരിക്കും, സത്യം പരിപാലിച്ചിരിക്കും. അതുകൊണ്ട് അദ്ദേഹം ഏറ്റവും കീർത്തിമാനായി മാറി. ഈ സമയത്ത് ഏറ്റവും അസൂയ കൊണ്ട ദേവേന്ദ്രൻ ഇരിക്കപ്പെടുന്നില്ലാണ്ടായി. അങ്ങനെ എല്ലാം ദേവലോകം പോലെ എന്നാണ് അന്ന് പറയാറ്. ഇന്നിപ്പോ 900 സ്വർണ്ണം വന്നവരെ 22കാർക്ക് ആരും പറയാറില്ല. അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി.വി കളറിൽ വന്നപ്പോൾ എട്ടായ പോലെ ദേവേന്ദ്രനെ കുറിച്ച് ആരും പറയുന്നില്ല. എല്ലാം ഹരിചന്ദ്രനെ പോലെ. അപ്പൊ ഇത് ശരിയല്ലല്ലോ. അപ്പൊ ഇയാളുടെ ഈ വാക്ക് പാലിക്കാൻ എന്നുള്ള ആ കഴിവുണ്ടല്ലോ, അങ്ങനെ വാക്ക് പാലിക്കാൻ പറ്റാതെ ഒരു പരീക്ഷണം നടത്തി തോൽപ്പിച്ചിട്ട് എന്റെ കീർത്തി ആരും വീണ്ടെടുത്ത് തരും, അതിനെ എല്ലാവരും വിളിച്ച് ചോദിക്കാറ്. അങ്ങനെ അവസാനം വിശ്വാമിത്ര മഹർഷി എന്ന് പറഞ്ഞ സന്യാസി ശ്രേഷ്ഠനുണ്ട്. അതേ പറഞ്ഞ് നാം ഏറ്റുന്നു, ഞാൻ ശരിയായി തരാം. ഹരിചന്ദ്ര മഹാരാജാവിന് ഒരു പരീക്ഷണം നടത്തി തോൽപ്പിച്ചിട്ട് നിങ്ങളുടെ കീർത്തി അങ്ങോട്ട് എടുത്തരാമോ, നടത്താൻ പറ്റുന്ന കാര്യമാണോ? ശരി, ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. എന്നാ ഓക്കെ. അപ്പൊ അത്രയും പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും ബെല്ലടിച്ചു. കർട്ടൻ സാവധാനം ഉയർന്നു. ഇനി ഇവിടെ കാണുന്നത് ഹരിചന്ദ്ര മഹാരാജാവിന്റെ കൊട്ടാരമാണ്. ഈ കൊട്ടാരത്തിൽ ഹരിചന്ദ്ര മഹാരാജാവ് കണ്ട് നമ്മുടെ മമ്മൂട്ടി പഴശ്ശിരാജാവിനെ അഭിനയിച്ചതുപോലെ ഇതിൽ പോകുന്നത് വിചാരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഉല്ലാത്തിയാണ്. രാജസഭയിൽ അങ്ങനെയല്ലേ, ഉല്ലാത്ത തന്നെ രാജാവാകുള്ളൂ. അങ്ങനെ ഉല്ലാത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദ്വാരപാലകൻ, അതൊക്കെ അറിയാമല്ലേ, വിശദീകരണം വേറെ ചില സ്ഥലത്താണ് എന്താന്നൊക്കെ പറയണം. ദ്വാരപാലകൻ കുന്തവുമായി കടന്നു വന്നു. അടിയൻ ആരുടെ അങ്ങേ മുഖം കാണിക്കാൻ ഒരു വൃദ്ധബ്രാഹ്മണൻ കാത്തു നിൽക്കുന്നു. ഓഹോ, അദ്ദേഹത്തെ നമ്മുടെ മുമ്പിൽ ആഗതനാക്കൂ. ഇതിനൊന്നും മലയാളം വേണ്ടല്ലോ. പണ്ടത്തെ രാജാവിന് വേറെ ഭാഷയാണ്, ആചാർക്ക് വേറെ ഭാഷ, അതിരിക്കട്ടെ. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് വേണ്ട. അപ്പൊ ഇത് ഉപയോഗിച്ചാകാൻ പറ്റും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മഹാരാജാവിന് പ്രണാമം. അവിടെ ഇരുന്നു. രാജാവ് ചോദിച്ചു, അങ്ങ് എന്തിനാണ് നമ്മെ മുഖം കാണിക്കാൻ വേണ്ടി വന്നു? സന്യാസി ഒന്നും ഇരിക്കുന്നുണ്ടോ? ഈ വിശ്വാമിത്രൻ വന്നത് വേഷം വാങ്ങില്ല, വൃദ്ധബ്രാഹ്മണന്റെ വേഷത്തിൽ പരീക്ഷിക്കാൻ വന്നാണോ? അപ്പൊ രാജാവ് ചോദിച്ചു, അങ്ങ് എന്തിനാണ് മുഖം കാണിക്കാൻ വേണ്ടി വന്നത്? മഹാരാജൻ, എന്റെ മകളുടെ വിവാഹത്തിന് ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഓഹോ, മകളുടെ വിവാഹത്തിന് സഹായമാണോ അങ്ങേക്ക് വേണ്ടത്? എങ്കിൽ അന്ന് പോയി മകളുടെ വിവാഹം നിശ്ചയിച്ചിട്ട് വന്നോളൂ. എന്ത് ചോദിച്ചാലും നാം തരുമല്ലോ. ഒരു മകളുടെ കല്യാണത്തിന് എന്താ വേണ്ടത്? രാജാവിന് നിഷ്പ്രയാസം കൊടുക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് പറഞ്ഞു, മകളുടെ വിവാഹം നിശ്ചയിച്ചിട്ട് വന്നോളൂ. എന്ത് ചോദിച്ചാലും നാം തന്നിരിക്കുന്നതാണ്. എന്ത് ചോദിച്ചാലും നമുക്ക് തരുമോ? തീർച്ചയായും. പറഞ്ഞത് ഹരിചന്ദ്ര മഹാരാജാവാണ്. നാം ജീവിച്ചിരിക്കുന്നെങ്കിൽ വാക്ക് പാലിച്ചിരിക്കും. അങ്ങ് ധൈര്യമായി പൊക്കോളൂ. അങ്ങേക്ക് പ്രണാമം. ആ ബ്രാഹ്മണൻ പോയി, വൃദ്ധബ്രാഹ്മണൻ പോയി. കർട്ടൻ വീണ്ടും താണു. വീണ്ടും കർട്ടൻ ഉയർന്ന അടുത്ത രംഗം. വീണ്ടും ദ്വാരപാലകൻ വന്നിട്ട് അങ്ങേ മുഖം കാണിക്കാൻ വേണ്ടി വൃദ്ധബ്രാഹ്മണൻ കാത്തു നിൽക്കുന്നു. അദ്ദേഹത്തെ ആഗതനാക്കൂ, വരുന്നു, ഉപവിഷ്ടാകാൻ പറഞ്ഞിരുന്നു. അതിൽ രാജാവ് വീണ്ടും ചോദിച്ചു, അങ്ങ് എന്തിനാണ് വീണ്ടും നമ്മെ മുഖം കാണിക്കാൻ വേണ്ടി വന്നത്? മഹാരാജൻ, എന്റെ മകളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് തരാമെന്ന് പറഞ്ഞത് എന്താണ് അങ്ങേക്ക് വേണ്ടത്? എന്ത് ചോദിച്ചാലും തരുമെന്നല്ലേ അങ്ങ് പറഞ്ഞത്? അതെ, പറഞ്ഞത് ഹരിചന്ദ്ര മഹാരാജാവാണ്. അങ്ങ് ചോദിച്ചോളൂ, എന്ത് ചോദിച്ചാലും നാം തന്നിരിക്കും. ഇത് കഴിഞ്ഞപ്പോൾ ഈ സാധു ബ്രാഹ്മണൻ മുഖഭാവം കൊണ്ട് മാറി. പണ്ടൊരു വാമനൻ വന്നത് കേട്ടില്ലേ, മഹാബലിനെ കൊണ്ടുപോയി. അതുപോലെ ഭാവം മാറി വന്ന് അദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, എങ്കിൽ അങ്ങയുടെ രാജ്യം മുഴുവൻ
ചെങ്കോലും കിരീടവും സിംഹാസനം അടക്കമുള്ള സകല സ്വത്തുക്കളും നമുക്കിപ്പോൾ കിട്ടണം. രാജാവ് ഞെട്ടിപ്പോയി. ഈ ചോദ്യം പ്രതീക്ഷിച്ചില്ല. രാജാവ് എന്ത് ചെയ്യണം അറിയാതെ നിന്ന് വേർക്കുകയാണ്. അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു, അങ്ങ് തരില്ലല്ലേ, അത് മനസ്സിലാകുന്നുണ്ട്, എങ്കിൽ നാം ഇതാ പോകുന്നു. തിരക്കൂട്ട പോയാൽ എന്താ ഗുണം? വാക്ക് പാലിച്ചില്ല, ഹരിചന്ദ്രൻ തോറ്റു, ഹരിചന്ദ്രന്റെ കീർത്തി നഷ്ടപ്പെടും. പെട്ടെന്ന് രാജാവിന് സ്ഥലകാലബോധം വീണ്ടും കിട്ടി. അതിൽ പെട്ടെന്ന് പറഞ്ഞത്, അങ്ങ് പോകരുത്, നാം ഇതാ എന്റെ എല്ലാവരുടെ സ്വത്തുക്കളും രാജ്യവും ചെങ്കോലും കിരീടവും അടക്കമുള്ള സകല സ്വത്തുക്കളും അങ്ങേക്ക് ഇതാ ദാനം ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ ബ്രാഹ്മണൻ തന്നെ ചിരിക്കുകയാണ്. അങ്ങെന്താണ് ചിരിക്കുന്നത്? കാരണമുണ്ട്. താങ്കൾ ഇവിടെ നിർവഹിച്ചത് ദാനമല്ല. ഈ രാജ്യത്ത് അതിനൊരു വ്യവസ്ഥയുണ്ട്. ദാനം നിർവഹിക്കുന്നതിന് മുമ്പ് ദക്ഷിണ വെക്കണം. കല്യാണം കഴിക്കുന്നതിന് താലി കെട്ടുന്നതൊക്കെ ഉണ്ട് ഹിന്ദുക്കളൊക്കെ. നമുക്കുണ്ടോ എനിക്ക് കൃത്യമായി അറിയില്ല കേട്ടോ. അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടല്ലോ ഓരോന്നിനും. ഇവിടെ നിങ്ങൾ സകല സ്വത്തുക്കൾ നമുക്ക് തന്നില്ലേ, അത് ദാനമല്ല. നിങ്ങൾ അതിന് മുന്നേ ദക്ഷിണ വെക്കണം. അതിന് വളരെയധികം 18 ഭാരങ്ങളൊക്കെ പറയുന്നത് വളരെയധികം അളവിലുള്ള സ്വർണം ദക്ഷിണ വെക്കണമായിരുന്നു. ഇനി ദക്ഷിണ വെക്കാൻ താങ്കളുടെ കയ്യിൽ വല്ലതുമുണ്ടോ? അതുകൊണ്ട് താങ്കൾ നൽകിയത് ദാനമല്ല, താങ്കൾ വാക്ക് പാലിച്ചിട്ടില്ല. ഇതോളം താങ്കൾ 14 ലോകവും കെട്ടിപ്പോക്കിയ സകലമായ കീർത്തികൾ ഇതാ ഇവിടെ അസ്തമിക്കാൻ അരുത്. അങ്ങനെ പറയരുത്. നമുക്ക് 1 മാസത്തെ അവധി തരണം. 1 മാസത്തെ അവധി തന്നാൽ നാം ദക്ഷിണ വെച്ചോളാം. അപ്പൊ ഈ അപേക്ഷ കേട്ടപ്പോ ആ വിശ്വാസത്തനാകുന്ന ബ്രാഹ്മണൻ പറഞ്ഞു, ശരി, താങ്കൾക്ക് 1 മാസത്തെ അവധി തരും. 1 മാസമല്ല, 1 വർഷം കൊടുത്താലും ഇത്രയേറെ സ്വർണം ഇനി ഉണ്ടാക്കാൻ ഈ രാജാവിന് സാധ്യമല്ലെന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് അവധി കൊടുത്തു. 1 മാസം അത് കഴിഞ്ഞ് നാം വരും. അപ്പോൾ ദക്ഷിണ തന്നിട്ടില്ലെങ്കിൽ താങ്കളുടെ കീർത്തി അതോടെ അവസാനിച്ചിരിക്കും. നാം സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ബ്രാഹ്മണനോട് പോയി. എന്നിട്ട് രാജാവ് അങ്ങോട്ടും ഇങ്ങോട്ടും വേർത്ത കൊട്ടാരത്തിൽ ഉയർത്തുകയാണ്. ഈ സമയം കൊട്ടാരത്തിന്റെ അന്തഃപുരത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ധർമ്മപത്നി ചന്ദ്രമതി വിവരം അറിഞ്ഞു. ചന്ദ്രമതി ഓടിപ്പാഞ്ഞ് അവിടെ വരികയാണ്. അവർ വന്നിട്ട് ചോദിക്കുകയാണ്, മഹാരാജൻ, അങ്ങ് എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? അങ്ങ് എന്തിനാണ് ഇങ്ങനെ വേവലാതി കൊള്ളുന്നത്? അവർക്ക് അറിഞ്ഞില്ലേ, നമുക്ക് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ജീവനേക്കാൾ പ്രധാനം വാക്ക് പാലിക്കുകയാണ്. അതിന് സാധിച്ചിട്ടില്ല. അതാണ് നമ്മുടെ സങ്കടം. അതിന് അങ്ങ് ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. അവധിക്ക് എന്തെങ്കിലും ഒരു വഴി പറയാനുണ്ടോ? രണ്ടുപേരും ആലോചിച്ചൊടുവിൽ ചന്ദ്രമതി പറഞ്ഞു, ഞാനൊരു വഴി പറയാൻ പോവാണ്. അങ്ങക്ക് വാക്ക് പാലിക്കുക എന്നുള്ളത് ജീവനേക്കാളും പ്രധാനമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നാം പറയാൻ പോകുന്ന വഴി അങ്ങ് അരുതെന്ന് പറയരുത്. ആ അവധി പറയൂ. എങ്കിൽ അങ്ങ് ഒരു കാര്യം ചെയ്യണം, നമ്മയും മകനെയും കൊണ്ടുപോയി വിൽക്കണം. എന്നിട്ട് ആ പണം കൊണ്ട് ദക്ഷിണ കൊടുക്കണം. ഒന്ന് മനുഷ്യരെ വിറ്റാൽ പണം കിട്ടും. അടിമക്കച്ചവടമുള്ള കാലമാണ്. ലോഹിദാസ് എന്ന് പറഞ്ഞ മകനെയും എന്നെ കൊണ്ട് 8 വയസ്സുള്ള കുട്ടിയാ കൊണ്ട് വിൽക്കാൻ പറഞ്ഞു. രാജാവിന് വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട്, മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ട് ഏറ്റവും പ്രിയങ്കരിയായ ഭാര്യ, സ്നേഹസമ്പന്നനായ പുത്രൻ, രണ്ടുപേരെയും മനസ്സിലാവശ്യം കുട്ടി കാശിപട്ടണത്തിൽ കൊണ്ടുപോയി ആ മാർക്കറ്റിൽ വിളിച്ചു പറഞ്ഞതാ, ഇവരെ രണ്ടുപേരെയും നാം ഇവിടെ വിൽക്കുകയാണ്. പലരും വന്നു. അവസാനം ഒരു ബ്രാഹ്മണൻ വന്നു വില പറഞ്ഞു. ആ വില പറഞ്ഞ വിലക്ക് അവർക്ക് വിറ്റു. ഈ രണ്ടുപേരെയും ആ ബ്രാഹ്മണൻ കൊണ്ടുപോകുന്നത് അടുക്കള പണിക്കാണ്, തോഴിയായിട്ട്. ആ ചന്ദ്രമതിയെ കൂട്ടിക്കൊണ്ടുപോകും. നമ്മൾ ആ ചന്ദ്രമതിയെ നോക്കണം. ആ ചന്ദ്രമതി കടന്നു പോകുന്നത് ഭാര്യാധർമ്മം നിറവേറ്റത്തിന്റെ തികഞ്ഞ ചാരിതാർത്ഥത്തോടെയാണ്. ആരാണ് ചന്ദ്രമതി? 14 ലോകങ്ങളും പ്രശസ്തി നേടിയ രാജ്യത്തിന്റെ പട്ടമകൃഷി. നിരവധി തോഴിമാർ വട്ടത്തിൽ നിന്ന് വെഞ്ചാമരത്തിൽ പരിനീർ മുക്കി വീശി ഉറക്കിയിരുന്ന രാജകീയ സൗഭാഗ്യങ്ങൾ അറിവിൽ നിന്ന് ഭാര്യാധർമ്മം നിറവേറ്റാൻ വേണ്ടി ചാരിതാർത്ഥത്തോടെ അടുക്കള പണിക്ക് പോകുന്ന അതിമനോഹരമായ രംഗം. അപ്പോ വീണ്ടും രാജാവിന് പണം തികയാത്തോണ്ട് രാജാവ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ദക്ഷിണയ്ക്ക് തികഞ്ഞില്ല, അതുകൊണ്ട് നാം നമ്മയും വിൽക്കുകയാണ്. അങ്ങനെ മറ്റൊരു രാജാവ് വന്നിട്ട് ഇദ്ദേഹത്തെ വിലക്ക് വാങ്ങും. അതിനകത്ത് രാജാക്കന്മാർക്ക് ചില ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ട്. അതിനോട് ഞാൻ യോജിക്കാത്തതുകൊണ്ട് ഞാൻ ആ രാജാവ് ഏത് രാജാവെന്ന് പറയില്ല. എല്ലാത്തിലും ഇങ്ങനെ കുഴപ്പമൊക്കെ ഉണ്ട്. അത് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. സമൂഹത്തിലുള്ള സകല മനുഷ്യർ തുല്യരാണെന്ന് മാത്രം കരുതുന്ന ഒരാളാണ്. അതുകൊണ്ട് അത് പണ്ട് കാലത്ത് അങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് കുറ്റം പറയല്ല. എന്താണ് ഏതായിരുന്നാലും ആ രാജാവ് ഇദ്ദേഹത്തെ വിലക്ക് വാങ്ങി. ഇന്ന് ഞാൻ കൊണ്ടുവന്നറിയാം, രാജാവിന്റെ അടുത്ത ജോലി എന്ന് പറയുന്നത് ചുടല, നമ്മുടെ ഇതില്ലേ ഖബർസ്ഥാൻ, ഹിന്ദുക്കളുടെ ചുടലെന്നും പിന്നെ ശ്മശാനം എന്നല്ലേ പറയുന്നത്. ശ്മശാനത്തിന് കാവൽ നിൽക്കാനാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ പൈസ കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ദക്ഷിണയ്ക്ക് തികഞ്ഞു ആളയച്ച് വരുത്തി ബ്രാഹ്മണൻ വന്നു ദക്ഷിണ വാങ്ങിപ്പോയി. ഹരിചന്ദ്ര മഹാരാജന് ഭാര്യ നഷ്ടപ്പെട്ടു, മകൻ നഷ്ടപ്പെട്ടു, രാജ്യം നഷ്ടപ്പെട്ടു, സകലതും പോയി. ചുടയിലയിൽ അഥവാ ശ്മശാന കാവൽക്കാരനായപ്പോഴും സത്യസന്ധതയിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് കീർത്തി വീണ്ടും ഉയരുകയാണ്. അങ്ങനെ ഇയാൾ ചുടലയിൽ പോയി കാവൽ നിന്നു. ശ്മശാനത്തിലേക്ക് സംസ്കരിക്കാൻ ഓരോ മയ്യത്ത് വരെ ശവം കൊണ്ടുവരുമ്പോ അവർക്ക് ഒരു 25 പൈസയാണ് അന്നത്തെ ഫീസ്. കൃത്യമായി ആ ഫീസ് വാങ്ങിച്ചിട്ട് അവിടെ
സംസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അദ്ദേഹം അവിടെ കാവൽ നിൽക്കുകയാണ്. അങ്ങനെ കാഥികന്മാർ പറയുന്നത് വേനലും മഞ്ഞും മഴയുമായി കാലം പതുക്കെ കടന്നുപോയി. അതിൽ അവിടെ നിന്ന് വെയിലും മഴയും മഞ്ഞുമെല്ലാം കൊണ്ടു നിന്ന് ചുടലയിൽ കാവൽ നിന്ന് താടിയും മുടിയും എല്ലും തോലുമായി മുഖമൊക്കെ കണ്ണൊക്കെ കുഴിഞ്ഞ് ആര് കണ്ടാലും തിരിച്ചറിയാൻ കഴിയാത്ത കോലത്തിലേക്ക് അദ്ദേഹം എത്തിപ്പോയി. അതുപോലെ ചന്ദ്രവതി അടുപ്പിൽ വിറകെല്ലാം വെച്ച് കത്തിച്ച് പാത്രം കഴുകി പണിയെടുത്ത് അവരും കണ്ണുകളുടെ തിളക്കം നഷ്ടപ്പെട്ടു മെലിഞ്ഞുണങ്ങി അസ്ഥിമഞ്ജരമായി ആർക്ക് കണ്ടാലും തിരിച്ചറിയാൻ കഴിയാതെ അങ്ങനെ കടന്നു പോവുകയാണ്. പക്ഷെ ദേവേന്ദ്രൻ വീണ്ടും വിശ്വാമിത്ര മഹർഷിയെ വിളിച്ചു. ഇത്രയും കാലം പിന്നിട്ടിട്ടും താങ്കൾ വിജയിച്ചില്ല. ഹരിചന്ദ്രൻ ചുടലയിലെത്തിയിട്ടും അദ്ദേഹം ഇപ്പോഴും കീർത്തിമാനാണ്. നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ലാന്ന് നാം ഒരു പരീക്ഷണം കൂടി നടത്തട്ടെ, ശരിയാക്കി തരാമെന്ന്. എന്നിട്ട് വീണ്ടും എന്താണ് അടുത്ത രംഗമാണ്. ആ അടുത്ത രംഗത്തിൽ അമ്മ കറങ്ങി നടക്കുകയാണ്. അമ്മയും കുഞ്ഞുമുണ്ട് കൂടുതൽ ലോഹിതാശനും. അങ്ങനെ അടുപ്പിൽ വെള്ളമെത്തിക്കാൻ വേണ്ടി തരഞ്ഞു നടക്കുന്ന വൈകുന്നേരമാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ കുട്ടിയെ കാണുന്നില്ല. ആ അമ്മ കുട്ടിയെ നോക്കി വിളിച്ചു, മോനെ ലോഹിയെ, എന്റെ കുഞ്ഞെ, എന്റെ ലോഹിയോടെ. ഈ അമ്മയ്ക്ക് നീ മാത്രമുള്ളൂ. മോനെ നീ എവിടെയാ? എന്റെ കുഞ്ഞിനെ കണ്ടോ? എന്റെ ലോഹിയെ കണ്ടോ? മോനെ എന്റെ ലോഹിയെ. തെരഞ്ഞു നടന്നു. അതാ ആ കുട്ടിയോടെ കിടക്കുന്നു. ഓടി ചെന്ന് കുറ്റിക്കാട്ടിൽ കുട്ടി കിടക്കാണ്. ചെന്ന് നോക്കിയപ്പോ നീല നിറമായി കിടക്കാണ്. പാമ്പ് കടിയേറ്റ് മരിച്ചു കിടക്കുന്നു കുട്ടി. ആ അമ്മ പൊട്ടിക്കരഞ്ഞു പോയി. ആ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു. ദൈവമേ, നീ എനിക്ക് പോലും ബാക്കി വെച്ചില്ലല്ലോ. ഈശ്വര, ഇതെന്തൊരു വിധിയാണ്. കുറെ നേരം കരഞ്ഞ് ഒരുവിധം സമാധാനിച്ച ശേഷം ആ ജഡവുമെടുത്ത് നടന്ന് ചുടലയിലെത്തി. ചുടലയ്ക്ക് മുമ്പ് അവരുടെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന വീട്ടിൽ പോയിട്ട് വീട്ടുകാരോട് ചോദിക്കുന്നുണ്ട്, 25 പൈസ തരുമോ, നീ ഇവിടെ പണം ഏൽപ്പിച്ചിട്ടുണ്ട്, ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ ദുഷ്കരണം പുറത്താക്കി. ചുടലയിൽ കൊടുക്കാൻ വേണ്ടി ചോദിച്ചതാ. പിന്നെ കൈ പണമില്ലാത്തതുകൊണ്ട് ചുടലയുടെ പിന്നിൽ കൊണ്ടുപോയി ശബ്ദമുണ്ടാക്കാതെ കുട്ടികളെ കിടത്തി. അവിടെ അനുവാദം ചോദിക്കാൻ പോയാൽ 25 പൈസ കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആരും അറിയാതെ കുട്ടിയെ ദഹിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന കത്തുന്ന ചിതയിൽ നിന്ന് തീക്കോളികളെടുത്ത് ചിതയെടുക്കാൻ തുടങ്ങുമ്പോൾ കാവൽക്കാരൻ ശബ്ദം കേട്ട് നോക്കി. ആരെവിടെ? നമ്മുടെ അനുവാദമില്ലാതെ ചുടലയിൽ ആരാണ് പ്രവേശിച്ചത്? അവർ ഞെട്ടി കൈകൾ കൂപ്പി വിറച്ച് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാനൊരു പാവ സ്ത്രീയാണ്. നിങ്ങൾ പാവ സ്ത്രീയാണെങ്കിൽ ചുടലയിൽ നിന്ന് പ്രവേശിച്ചു. എന്റെ കുഞ്ഞ് മരിച്ചുപോയി. ആ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് അങ്ങ് അനുവദിക്കണം. സാധ്യമല്ല. നിങ്ങളുടെ കുഞ്ഞിനെ ദഹിപ്പിക്കണമെങ്കിൽ എന്റെ അനുവാദം വാങ്ങണ്ടേ? ഫീസ് കെട്ടി വെക്കണ്ടേ? അതെന്താണ് ചെയ്യാത്തത്? ഒരു നിവൃത്തിയില്ലാത്ത അമലയാണ് ഞാൻ. എന്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ്. അങ്ങ് അനുവദിക്കണം. സാധ്യമല്ല. നിങ്ങളുടെ ഫീസ് കെട്ടാതെ അനുവദിക്കുന്ന പ്രശ്നമില്ല. വീണ്ടും അവർ കരഞ്ഞു പറഞ്ഞു. അപ്പോൾ ആ കാവൽക്കാരൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ഒരു പണമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ ഈ ജോലി ഏൽപ്പിച്ച രാജാവിനോട് കള്ളം പറയാൻ സാധ്യമല്ലാത്തത് കൊണ്ട് മാത്രം നിങ്ങളുടെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് 10 ശവദാഹങ്ങൾ നടന്നാൽ ഞാൻ 9 പറയണ്ടേ? അത് സാധ്യമല്ലാത്തത് കൊണ്ട് ഞാൻ അനുവദിക്കില്ല എന്ന് ഉറച്ചു നിൽക്കുന്ന കാവൽക്കാരന് മുന്നിൽ സർവ്വം നഷ്ടപ്പെട്ട അമ്മ പൊട്ടിക്കരഞ്ഞു പോയി. എൻ ജീവിതാശയുടെ അന്തിമവായു വീശി കത്തിച്ചതാണു ചിതയൻ മകനെ ചുടാനായി. രക്ഷിക്കണം, കരുണ ചെയ്തൊരു വസ്തു അങ്ങേക്കർപ്പിക്കുവതിന് എന്നുടെ പേരില്ല. എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ശ്വാസമൂതി കത്തിച്ചതാണ് ചിത. എന്റെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ അനുവദിച്ചേ മതിയാകൂ എന്ന് പൊട്ടിക്കരഞ്ഞു നിൽക്കുകയാണ് മാതാവ്. ആ കാവൽക്കാരൻ ദയനീയമായി സൂക്ഷിച്ചു നോക്കി. എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി കൊണ്ട് തന്നോളൂ. എന്താ? എന്റെ താലിയോ? അങ്ങ് ആരാണ്? താലി ചോദിക്കുമ്പോ നാം ആരാണെന്ന് അറിയേണ്ട കാര്യമെന്ത്? എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. എന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയ എന്റെ ഭർത്താവിനല്ലാതെ മറ്റാർക്കും ഈ താലി കാണാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അങ്ങ് ആരാണ്? ആ കാവൽക്കാരെ സൂക്ഷിച്ചു നോക്കി. നീ ചന്ദ്രമതിയാണോ? അതെ, ഞാൻ നിന്റെ ഹരിചന്ദ്രനല്ലേ. രണ്ടുപേരും തിരിച്ചറിഞ്ഞു. സന്തോഷാശ്രുക്കളോടെ ആലിംഗനബദ്ധരായി നിൽക്കുകയാണ്. ആ സ്റ്റേജിൽ പിന്നീട് ദൈവം പ്രത്യക്ഷപ്പെടുന്നതാണ് കാണിക്കുന്നത്. ദൈവം പ്രത്യക്ഷപ്പെട്ടു. ആ മകന് പുനർജന്മം നൽകി, സകല സ്വത്തുകളും തിരിച്ചു നൽകി. എന്നിട്ട് ഒരു അനുഗ്രഹം കൊടുത്തു. ഹരിചന്ദ്ര, നിന്റെ നാമം ആചന്ദ്രതാരം നിലനിൽക്കും. എന്താ കാര്യം? നേരത്തെ കണ്ടതുപോലെ മകനും അതുപോലെ ഭാര്യയും നഷ്ടപ്പെട്ടപ്പോഴും ഈ ലോകത്തിലെ സകല സമ്പത്തും നഷ്ടപ്പെട്ട് ചുടലിലെത്തിയിട്ട് സത്യസന്ധതയിൽ വിട്ടുവീഴ്ചയില്ലാതെ ഉറച്ചു നിന്ന ഹരിചന്ദ്ര മഹാരാജാവിന്റെ മുന്നിൽ സകല പരീക്ഷണങ്ങളും അമ്പയെ പരാജയപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള തീർപ്പ് നൽകി മനുഷ്യൻ ജീവിച്ചിരിക്കുന്നവർക്കോളം ഹരിചന്ദ്രനെ ആരും മാർക്കിൽ അനുഗ്രഹം കൊടുത്ത് സ്റ്റേജുമല്ലേ കർട്ടൻ താഴുന്നു. എല്ലാവരുടെയും കണ്ണുകളിൽ നിന്ന് പലവട്ടം ചൂട് കണ്ണുനീർത്തുള്ളികൾ താഴുന്നു. കൂട്ടത്തിൽ നമ്മൾ കൊണ്ടെത്തിയ മോഹൻദാസ് കരംചന്ദ് ഉണ്ട്. ആ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന 12കാരന്റെ കണ്ണുകളിൽ നിന്നും നിരവധി തവണ കണ്ണുനീർത്തുള്ളികൾ താഴെ വീണു. അത് മാത്രമല്ല സംഭവിച്ചത്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആ 2.5 മണിക്കൂർ നീണ്ട നാടകത്തിനിടയിൽ ആ കുട്ടിയെ തീരുമാനമെടുത്തു. ഇനി എന്റെ ജീവിതത്തിൽ എത്ര കാലം ബാക്കിയുണ്ടോ ആ ജീവിതത്തിൽ ഒരിക്കൽ പോലും
ഞാൻ കള്ളം പറയില്ല, സത്യം വിട്ട് എനിക്ക് ഇനി ഒരു ജീവിതമില്ലെന്ന് അന്നെടുത്ത തീരുമാനം 1948 ജനുവരി 30 നാം അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് അയക്കുന്നത് വരെ കൈപ്പിടിയിൽ നിന്ന് ചോർന്നു വീഴാതെ സൂക്ഷിച്ചപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു സാധാരണ കുട്ടിയെ പോലെ ജീവിച്ച കുട്ടി ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ മഹാത്മാവായി മാറി. ശരിയല്ലേ? ആ വലിയ മഹാത്മാവായി എത്തിച്ചത് ഈ ഒരൊറ്റ നാടകത്തിന്റെ സ്വാധീനമാണെങ്കിൽ പ്രിയരെ, നമുക്കും നമ്മുടെ സങ്കടങ്ങളൊക്കെ അകറ്റി മനസ്സിൽ നന്മകൾ നിറയ്ക്കാൻ ഇതുപോലെ നല്ല നല്ല പ്രവാചകന്റെ കഥകളും അതുപോലെ എന്തെല്ലാം ഉണ്ട്. എല്ലാ മതക്കാർക്കും മതത്തിൽ പെടാത്തതുമായ നല്ല നല്ലതില്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് വായിക്കാൻ നിങ്ങൾ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഇല്ല അതെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചുരുക്കാം. സാറേ ഞാൻ ചുരുക്കുന്നു, ഞാൻ എടുത്തില്ല, ഇല്ല തീർത്തു. അപ്പൊ ഇനി അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോയാൽ ശരിയാവില്ല, എനിക്കും നിങ്ങൾക്കൊക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് സന്തോഷം നൽകുന്ന 1-2 കാര്യം ചെറുതേ ഉള്ളൂ. അതെന്താ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ദാനമല്ലേ? ഇവിടെ നിങ്ങളെല്ലാം അതല്ലേ പറഞ്ഞത്? അല്ലെ സഹോദരി? ഇവരെല്ലാം പറഞ്ഞു ദാനം കൈത്താൻ അല്ലെ? ആശ്വാസ നടപടികൾ ശരിയല്ലേ? അത് നമുക്ക് ആകാവുന്നവരൊക്കെ ചെയ്യണം. അതിന് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളോട് ഞാൻ എന്ത് പറയാനാ? പക്ഷെ എന്നാലും എന്റെ റുക്കിയ സഹോദരി എന്ന് പരിചയപ്പെടുത്തിയില്ലേ എനിക്കൊരു സങ്കടമില്ലേ? പറഞ്ഞോട്ടെ, നമുക്കൊരു റുക്കിയ സഹോദരി എടുത്ത് നാട്ടില്ല കാര്യമില്ല. പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ, കഴിഞ്ഞ കോവിഡ് കാലം ഓർമ്മയുണ്ടല്ലോ, അതുപോലെയല്ലേ മുഖത്തോട് മുഖം നോക്കി തിരിക്കാൻ പറ്റാത്ത ഒരു കാലം ലോകത്തിൽ ആകേണ്ടത് ഇപ്പോഴാണ്. അപ്പോ അങ്ങനെ വിജയനും ഭാര്യയും കാരമൂല അങ്ങാടിയിൽ വിജയനും ഭാര്യയും തയ്യൽ ജോലി നടത്തി വരികയാണ്. 65 വയസ്സ്, അപ്പുറം ചെറിയ വ്യത്യാസമുണ്ട് 2 പേർക്കും. മക്കളില്ലാത്ത കുടുംബം. അവർ തയ്യൽ ജോലി നടത്തുന്നത് വാടകയ്ക്കെടുത്ത മുറിയിലാണ്, താമസം അവിടെ തന്നെയാണ്. 2-3 കൊല്ലത്തോളം ഇങ്ങനെ കോവിഡ് നിരന്ന് നിന്ന് വാടക കൊടുക്കാതെ കുടിശ്ശിക മൂത്ത് കെട്ടിടോടമ നല്ലയാളായതുകൊണ്ട് ഇറങ്ങിപ്പോകാൻ പാടും. കെട്ടിടോടമ കാരണം ഈ കെട്ടിടം വേറാർക്കും വാടക എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നല്ലയാളാണ്. അപ്പൊ അവര് വഴിയിലായി. ഇനി എന്ത് ചെയ്യും ഈ വൃദ്ധനും വൃദ്ധയും? അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ആ അവസ്ഥയിൽ അതിനടുത്തുണ്ടായിരുന്ന റുഖ്യ എന്ന് പറയുന്ന സഹോദരി, ഇത് വിജയനാണെന്ന് ഞാൻ പേര് പറഞ്ഞത് മനസ്സിലേക്കാണ്. സഹോദരി വേഗം ഭർത്താവിനോട് ചോദിച്ചു, നമ്മുടെ എന്റെ കൂട്ടത്തിൽ തൊഴിലുറപ്പിനൊക്കെ വരാനുള്ള ഇന്ന ആള്, പേര് ശങ്കറെന്ന പേരുമാണ്, അവര് രണ്ടുപേരും ഇങ്ങനെ വഴിയാധാരമായി നിൽക്കുകയാണ്, നമുക്ക് അവരെ സഹായിക്കേണ്ടത്. അപ്പൊ ഭർത്താവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റും. എന്നാ ശരി. അപ്പൊ ഭാര്യ മുഖ്യ പറഞ്ഞു, നമുക്ക് ഇങ്ങോട്ട് കൂട്ടാം. എവിടെ കൂടുന്നത്? നമ്മുടെ സഭയെ പോലെയുള്ള സാമ്പത്തിക ശേഷിയുള്ള അദ്ദേഹം വളരെ ഒരു കാരണവാന നല്ല മനുഷ്യല്ലേ? അത് നിങ്ങളുടെ ജില്ലയായതുകൊണ്ടായിരിക്കും അല്ലേ? സത്യല്ലേ? എന്തൊരു നല്ല മനുഷ്യൻ അദ്ദേഹം. അപ്പൊ ഇതുപോലുള്ള സൗകര്യങ്ങൾ ആകാൻ കേട്ടോ. പിന്നെയോ 7 സെന്റ് സ്ഥലത്ത് ഒരു കൊച്ചു വീട് മാത്രം, അതിന് ചെറിയ മുറ്റവും ഒരു ഇടിഞ്ഞ അല്പ സ്ഥലം ബാക്കിയുള്ള വീട്, 10-11 മക്കൾ കുടുംബാംഗങ്ങളെല്ലാം കൂടി ചേർന്ന് ഉള്ള ഒരു കുടുംബത്തിലേക്കാണ് വിളിക്കുന്നത്. അപ്പൊ അവരെ പോയി കണ്ടു. സഹോദര വിജയ, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നേരെ കൂട്ടി വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അവർ 2 പേരോട് പോയി. അവിടെ നിന്ന് എന്ത് പറയാ, കോവിഡ് കാലം ആയതുകൊണ്ട് ഒരു പൈസ പോലും കയ്യില്ലാത്തതുകൊണ്ട് തൊഴിലുറപ്പിന്റെ അല്ലെങ്കിൽ കുടുംബശ്രീ കൂട്ടുകാരെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളുടെയൊക്കെ വീടുകളിൽ എന്തെല്ലാം സാധനം ഒരു ഷെഡ് ഉണ്ടാക്കാനുണ്ടോ കൊണ്ടുവരാൻ പറഞ്ഞു. അവര് ചാക്ക്, പഴയ ചാക്ക്, തുണി, പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റ്, കടലിൽ നോക്കാത്ത കാലമാണ്, ഇതെല്ലാം കൊണ്ടുവന്നു. എന്നിട്ട് മരത്തിന്റെ കമ്പുകൾ വെട്ടി ഈ വീടിന് സൈഡിൽ ചേർന്ന ചെറിയ സ്ഥലത്ത് ഷെഡ് കെട്ടി ഉണ്ടാക്കി അവരെ അവിടെ താമസിപ്പിച്ച് പുറത്ത് ബാത്റൂം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ വീട്ടിനകത്ത സൗകര്യം കൊടുത്ത് സ്വന്തം കുടുംബാംഗങ്ങളാക്കി വിജയനെയും ഭാര്യയെയും മാറ്റിയ റുഖ്യ എന്ന സഹോദരി ഒരുപക്ഷെ മലപ്പുറത്തേക്കാൾ മുന്നിലാണ്. അസൂയല്ലേ? ഇതിവിടെ കാര്യമില്ല. ഞങ്ങൾ കുറച്ച് നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? അവരെ കണ്ടാലൊന്നും നമുക്കൊന്ന് കൈകൂപ്പാൻ തോന്നില്ലേ? ഞാൻ കിട്ടുന്ന എല്ലാ വേദിയിലും വരെ പറയാറുണ്ട്, ഇത്രയും പുണ്യം ചെയ്ത ദൈവത്തിന്റെ എന്താണ് പറയാ അനുഗ്രഹം കിട്ടിയ ഒരു സഹോദരിയല്ലേ അവരെ ഭർത്താവൊക്കെ തന്നെ. ഒന്ന് ആലോചിച്ച് ഞാൻ അവിടെ മാതൃപത്രത്തിൽ റിപ്പോർട്ടറാണ്. അപ്പൊ ഈ ഇവരാണ് ഞാൻ അവിടെ പോയി, അത് കേട്ടതല്ല, അവിടെ പോയി ഞാനൊരു ഫോട്ടോ എടുത്ത് മാതൃഭൂമിയിൽ ഒരു ആർട്ടിക്കിൾ വാർത്ത ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരെ ഏറ്റെടുത്ത് പഞ്ചായത്തിൽ നിന്ന് സ്ഥലവും കിട്ടി വീടും വെച്ചിരുന്ന് അവർ സ്വന്തമായി താമസിക്കുന്നുണ്ട്. ഈ നന്മ ഇത്രയും ഒന്നുമില്ലാത്ത റുഖ്യയ്ക്ക് കുടുംബത്തിൽ ചെയ്യാമെങ്കിൽ എല്ലാം കൂടെ നമുക്ക് എത്ര ചെയ്യാൻ സാധിക്കും? ചെയ്യണ്ടേ? നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. 10,000 വെച്ച് കൊടുക്കുന്നില്ല. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു മനസാക്ഷിക്കുത്ത് നിങ്ങൾക്ക് ഇടയില്ല. ആ നന്മ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ എന്താ പറയുക കൈകൂപ്പി അഭിനന്ദിക്കും. തീർച്ചയായിട്ടും ആ നന്മ ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇനി നീട്ടി പറഞ്ഞത്. ഇനി നമ്മൾ ടാറ്റയുടെ കഥ പറഞ്ഞ നേരം പോകേണ്ട കാര്യമില്ല. ടാറ്റയെ കുറിച്ച് ഉണ്ടോ? ടാറ്റ പൈസ ഈ അടുത്ത കാലത്ത് ഒരാൾ മരിച്ചില്ലേ? എത്തല്ല ഒരു കോടീശ്വരൻ എന്നൊരിക്കൽ നമ്മുടെ നാട്ടിലുണ്ടാക്കിയ ഒരു സംസ്കാരം കോടീശ്വരന്മാരോട് കുറച്ച് അസൂയ എനിക്കില്ല കേട്ടോ. അവരുടെ പൈസ കൊണ്ടാണല്ലോ ഈ നാട്ടിൽ ഓടുന്നത്. അതും കൂടി ഉണ്ട്. അതുകൊണ്ട് അത് സാമ്പത്തിക ശാസ്ത്രം. ടാറ്റ മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ വായിച്ചു കൊടുത്തില്ല, ആരെയും വായിച്ചായിരുന്നോ? അതിനൊരു ഫംഗ്ഷന് പോയിരുന്നു. ഓണോട് ടൈം എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, തിരിഞ്ഞു കാണില്ലേ? അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞത് തീർക്കാം. എന്താണ്?
അദ്ദേഹം ഒരുപാട് ആദ്യം ഹോട്ടലുകൾ ഉണ്ടാക്കി, ബിസിനസ് ഉണ്ടാക്കി, വാഹനങ്ങൾ, ടാറ്റ ബൈക്ക് വണ്ടി കിട്ടില്ല, നമുക്ക് വീട്ടിലുണ്ടാവില്ലേ ടാറ്റ, ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് ശരിയായ ഒരു സന്തോഷം ഉണ്ടാകുന്നില്ല. എപ്പോഴും രാത്രി കിടക്കാൻ നേരത്തൊക്കെ ഉറക്കം വരുന്നില്ല, ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തകളാ മാത്രം. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു അവിടെ 100 വീൽ ചെയർ കൊടുക്കണമെന്ന്. ഭിന്നശേഷിക്കാർക്ക് നമ്മൾ പറയുന്നതാണ്, അവർക്ക് 100 വീൽ ചെയർ കൊടുക്കണമെന്ന് പറഞ്ഞു. തന്നേക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ആ വീൽ ചെയർ കൊടുക്കുന്ന ദിവസം ടാറ്റയോട് പറഞ്ഞു നിങ്ങൾ വന്നിട്ട് അത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വേണം, നിങ്ങൾ തന്നെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതുപോലെ തെങ്ങി നിറഞ്ഞ ആളുകൾ ഇരിക്കുന്നിടത്ത് 100 വീൽ ചെയർ വിതരണം ചെയ്ത ശേഷം മീറ്റിംഗ് കഴിഞ്ഞ് അദ്ദേഹം പോകാനിറങ്ങിയപ്പോ ഒരു വീൽ ചെയർ നെരുങ്ങി വന്ന ഒരു പെൺകുട്ടി അദ്ദേഹത്തിന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് തോന്നി എന്തോ ഒരു കാര്യമുണ്ട്, എന്താ മോക്ക് വേണ്ടത്, എന്ത് പറ്റി, ഇനി എന്താ വേണ്ടെന്ന് ചോദിച്ചു. കുട്ടിക്ക് എന്താ വേണമെന്ന് തോന്നി. എനിക്കൊന്നും വേണ്ട, ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ വന്നതാ, നിങ്ങൾ നല്ല മനുഷ്യനാ, മാത്രല്ല ഞാൻ സ്വർഗത്തിലെത്തും, ഞാനും വരും, ആ സ്വർഗത്തിൽ നിങ്ങളെ കാണുമ്പോഴും ഞാൻ നന്ദി പറയുന്നു. അയാൾ കണ്ണു നിറഞ്ഞു. അയാൾ പറയാണ് ജീവിതത്തിൽ ഇത്രയും ആനന്ദമുണ്ടായ നിമിഷമില്ല. പ്രിയരെ, നമ്മളും ഓരോ രോഗികളെ കണ്ട് നമ്മളാ കഴിയുന്ന സഹായം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആ സന്തോഷത്തിൽ പിന്നെ നമുക്കൊരു പ്രത്യേകത. ഞാൻ ഓർക്കുന്നത് നമ്മുടെ AP ഉസ്താദില്ലേ, എന്റെ വിഷയത്തിലാണ് AP ഉസ്താദിന്റെ കേരള യാത്ര 2 തവണയും മുക്കത്ത് സ്റ്റേജിൽ ഉസ്താദിന് അടുത്ത് കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യവാനാണ് ഞാൻ. എല്ലാവരും അതുപോലെ തന്നെ കേട്ടോ, ഉസ്താദ് മാത്രമല്ല എല്ലാ നന്മ നടന്നവരും പറയുന്നുണ്ട്, ഒരാളെ മാത്രമായിട്ട് പറഞ്ഞത് തെറ്റിദ്ധരിക്കല്ലേ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 2ാമത് നടന്ന കേരള യാത്രയില്ലേ, അദ്ദേഹത്തെ പറയാൻ വേണ്ടി അല്ല അങ്ങനത്തെ വിചാരിക്കുന്നത്, മലപ്പുറത്ത് വെച്ചൊരു പത്രസമ്മേളനം നടന്നു. ഈ പത്രസമ്മേളനം നടന്ന പത്രക്കാർ ചോദിച്ചു, അങ്ങനെ വയസ്സ് കറക്റ്റല്ലേ, ഏതായാലും വയസ്സുണ്ടല്ലോ, അങ്ങ് ഇത്രയും ദിവസം 10 ദിവസമായി പിന്നിട്ടിട്ടും മുഖത്ത് പ്രസരിപ്പ് കൂടി വരികയാണ്, എന്താണ് ഇതിന്റെ രഹസ്യം? ഉസ്താദിന്റെ ഈ രഹസ്യം. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ 7000-ഓളം അനാഥരെ സംരക്ഷിച്ച് പഠിപ്പിച്ച് ഉദ്യോഗസ്ഥരാക്കി കുടുംബജീവിതം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. 7000-ലധികം പേര്. ആ 7000-ലധികം പേരും ദിവസം 5 നേരം പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ 7000 പേരുടെ പ്രാർത്ഥന എടുത്തിട്ട് 35,000 വരൂലേ ഇല്ലേ? അതിന്റെ ഒരു ചെറിയ പുണ്യം എനിക്ക് ഉണ്ടാവില്ലേ? അപ്പൊ നന്മ ചെയ്താൽ തീർച്ചയായിട്ടും തിരിച്ചു നമുക്ക് കിട്ടൂലേ? ഉറപ്പാണല്ലോ. അപ്പൊ ഇതുപോലുള്ള നന്മകളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഇനി എനിക്ക് പറയാനുള്ളത്, വീട്ടിൽ ധാരാളം പുതിയ വസ്ത്രങ്ങളൊക്കെ വെച്ചിട്ടില്ലേ? ഉണ്ടോ? വീട്ടിൽ ഇവിടെ അല്ല, അലമാരയിൽ ഇരിക്കില്ലേ? ഒന്നും നല്ലത് കൊടുത്ത് ഇറങ്ങൂടെ? ഞാൻ കണ്ടില്ല. സാധാരണഗതിയിൽ ഒരു 60-70 കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാവരും രീതി എന്താ, ഒക്കെ അടിച്ചു കേൾക്കാറുള്ളൂ. എന്നിട്ട് ഏറ്റവും പഴയതെടുത്ത് കൊടുക്കും. വല്ല കാര്യമുണ്ടോ? സമ്മതിച്ചോ? നമ്മുടെ വീട്ടിലും ഏറ്റവും ഡീസന്റ് ആയി നല്ല ദിവസം തന്നെ പോകണം. ഓക്കെ ആണോ? എന്തിനാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? അതല്ലേ ഒത്തിരി വീടുകളിൽ അങ്ങനെ ഉണ്ട്. ഇതിരിക്കുക അല്ലെ, നോക്കെ ഇതാ പറഞ്ഞു തരാം. ആ പെരിയെ കിട്ടുന്ന നടക്കുന്നത് ഞാൻ കണ്ടോ? നല്ലതിട്ടൂടെ നമ്മളിതിനെ സൂക്ഷിക്കുന്നത്. ശരിയാണ് നല്ലത്. അപ്പൊ ഞാൻ നിർത്തുകയാണ്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം, നേരത്തെ അപകടകാരിയായ ഭക്ഷണമല്ല, ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിച്ച്, അതുപോലെ തന്നെ പറ്റിയ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്ത്, കുടുംബാംഗങ്ങളൊക്കെ ഇടയ്ക്ക് പോയി സന്ദർശിച്ച്, ദിവസവും നമുക്ക് ഏറ്റവും അടുത്തുള്ള ആളുകളൊക്കെ ഫോണെടുത്ത് സംസാരിച്ച്, അങ്ങനെ ജീവിതത്തെ ആനന്ദ നിർഭരമാക്കി നിർത്തണം. ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ വല്ല കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നിർത്തുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറെ പേരെങ്കിലും ഇതുപോലെ ചെയ്തൊക്കെ നമുക്ക് ചെയ്താൽ കൊള്ളാം. ഞാൻ പറഞ്ഞത് മാത്രമല്ല, പെട്ടെന്ന് മനസ്സിലുണ്ടായതാണല്ലോ, ഒരു തോന്നലുണ്ടാവുമല്ലോ, നമുക്ക് അറിയുന്നതാണെങ്കിൽ അത് ചെയ്ത് വിചാരിക്കുന്നു. ഈ സായിബാബ പണ്ട് 8ാമത്തെ വയസ്സിൽ നാടകം എഴുതി അഭിനയിച്ചെന്ന് പറഞ്ഞ സംഭവം ഞാൻ വായിച്ചുകൊണ്ട് വേഗം മിനിറ്റ് കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് തീർക്കാം. ഒരു നാടകം ആ ചങ്ങാതി അവതരിപ്പിച്ച കുട്ടിയായിരിക്കുന്ന സമയത്ത് അതിൽ കഥാപാത്രങ്ങൾ ഉണ്ട്. അത് അവരുടെ പേരൊന്നും പറഞ്ഞ് നേരം കളയുന്നില്ല. ഒരു കുട്ടിയായിട്ട് ഈ സായിബാബയെ അങ്ങനെ ആകുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ അഭിനയിച്ചെന്ന് പറയുന്നത്. അപ്പൊ ആ കുട്ടീന്റെ പേര് കൃഷ്ണ. ആദ്യത്തെ രംഗം എന്ന് പറഞ്ഞത് വീട്ടിൽ അമ്മ ഇരുന്നിട്ട് ഈ ഭാഗവതമൊക്കെ വായിക്കാം. അങ്ങനെ വായിച്ചിട്ട് വരുന്നവർക്കൊക്കെ നമ്മൾ പുരാണൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞു കൊടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ദാനം ചെയ്യുമ്പോൾ ഇല്ലേ, പ്രവാചകൻ പറഞ്ഞിട്ടില്ലേ ആർക്കാ ദാനം ചെയ്യട്ടെ, അത് തന്നെ പറഞ്ഞു കൊടുത്തത്. അത് ആള് തന്നെ നോക്കിയിട്ട് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാവൂ. തട്ടിപ്പും തെരഞ്ഞെടുപ്പ് വരുന്നവർക്ക് ആരോഗ്യമുള്ളവർക്ക് കൊടുക്കരുത്, രോഗികൾക്ക് നിർദ്ധനരായിട്ടുള്ളവർക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റാതെ അവർക്ക് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. എല്ലാം പറഞ്ഞത് കേട്ടിരുന്ന ആളുകളൊക്കെ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു രുദ്രാക്ഷമൊക്കെ ഇട്ടിട്ട് ഒരു ഭയങ്കര തട്ടിപ്പാണെന്ന് തോന്നുന്ന ഒരു അടിവാടനായിട്ട് ഒരാൾ വന്നിട്ട് അമ്മ തരണം ചോദിച്ചപ്പോൾ അവർ ചാടി അവൻ ചെന്ന് തൊഴുത് ആ അവിടെയുള്ള പൈസ മുഴുവൻ എടുത്തു കൊടുത്തു. അപ്പൊ ഈ മകൻ ചോദിച്ചു, അമ്മേന്റെ നേരത്തെ പറഞ്ഞത് ആർക്കാ കൊടുക്കേണ്ടത്? ആ പറയുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അച്ഛന്റെ ഓഫീസിലാണ് അടുത്ത രംഗം. അച്ഛന്റെ ഓഫീസിൽ കൂട്ടുകാരെല്ലാം വിളിച്ചിട്ട് സംസാരിക്കാണ്. നമ്മളൊക്കെ നല്ല മനുഷ്യരാണ്, നമ്മൾ കഴിക്കാൻ കൊടുക്കുമ്പോൾ കൊടുക്കണ്ടേ, നമ്മൾ പൈസ ആർക്കാ കൊടുക്കേണ്ടത്, പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടിയൊക്കെ കൊടുക്കേണ്ടതെന്നൊക്കെ വലിയ ഉപദേശം. അപ്പൊ ഒരു കുട്ടി ജനലിനടുത്ത് കേട്ടു. അവൻ 5 രൂപ ഫീസ് കൊടുക്കാൻ തയ്യാറ് നിൽക്കുക, ഏത് പരീക്ഷാ ഫീസ്. അപ്പൊ അത് ഇത് സംസാരം കഴിഞ്ഞാൽ പുറത്തേക്ക് അറിയപ്പോ കുട്ടി ചോദിച്ചു, സാറേ എനിക്കൊരു 5 രൂപ എന്തിനാ പോലെ പരീക്ഷാ ഫീസ് അടയ്ക്കാൻ തകഞ്ഞില്ല. അയ്യ എന്റെ കുട്ടിയെ പൈസ ഉണ്ടോ? പേഴ്സ് ഒറ്റ പൈസ ഇല്ല. അത് കഴിഞ്ഞിട്ട്
അടുത്ത ഹെഡ് ഓഫീസിൽ ഒരാൾ വന്നു, രണ്ടുപേരും വന്നു. അവർ വന്നിട്ട് പറഞ്ഞു നമ്മുടെ പുതിയ ഓഫീസർ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് നാളെ ഒരു റിസപ്ഷൻ ഉണ്ട്, സ്വീകരണം, അതിനൊരു 100 തരണം. വേഗം പേഴ്സിൽ നിന്ന് കൊടുത്തു. അപ്പൊ പൈസ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെന്താ അച്ഛൻ ചോദിച്ചാൽ പറഞ്ഞ് അതൊക്കെ ഇപ്പൊ പറയുന്ന പോലെ പറ്റാവും. അത് കഴിഞ്ഞിട്ട് ഒരു മാസം തീർന്നിട്ടാവും. ഒരു മാസം ക്ലാസ് എടുക്കുകയാണ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് നാളെ DD വരുന്നുണ്ട് പരിശോധിക്കാൻ. അപ്പൊ കുട്ടികളോട് പറയണം, മക്കളെ ശരിക്കും സിലബസ് പ്രകാരം 15 അധ്യായം തീരേണ്ടതാണ്. ഇപ്പൊ ഞാൻ 10 നിങ്ങൾക്ക് എടുത്തിട്ടുള്ളൂ. നാളെ DD വരുമ്പോ നിങ്ങൾ എത്ര പറയണം? 15 പഠിപ്പിച്ചു പറയണം കേട്ടോ. പറയില്ലേ? പിന്നെ ഞാൻ ഇന്ന് 16ാമത്തെ ലെസൺ എടുക്കുന്നത്. ഇന്ന് ഞാൻ എടുക്കും. നാളെ DD വരുമ്പോ ഞാൻ വീണ്ടും എടുക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇരിക്കണം? ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഇരിക്കണം. എന്നിട്ട് ഞാൻ ഇന്ന് തരുന്ന ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ നാളെ ഉത്തരം പറയും. ഓക്കെ അല്ലേ? ആവും. അപ്പൊ ഏതാ പഠിപ്പിച്ച പാഠാണെന്നറിയോ? മൂപ്പര് പഠിപ്പിച്ചത് ഈ നേരത്തെ പറഞ്ഞ ഹരിചന്ദ്രന്റെ സത്യസന്ധല്ലേ? എങ്ങനെയുണ്ട്? അപ്പോഴും എന്താ മനസ്സിലായത്? ആ കുട്ടിക്ക് ഈ നമ്മൾ പറയും പോലെ അല്ല ബഹുഭൂരിപക്ഷം ആളുകളും പ്രവൃത്തി ചെയ്യുന്നത്. നിങ്ങളങ്ങനെ ചെയ്യൂലല്ലോ, കാരണം നിങ്ങൾ വീടുണ്ടാകല്ലേ അല്ലേ? ആ നന്മ ഉണ്ടാവാൻ നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. നമ്മുടെ നാട്ടിൽ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ നമുക്ക് സ്നേഹം കൊണ്ട് സഹോദര്യം കൊണ്ട് തോൽപ്പിക്കണം. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മളെല്ലാവരും ഒന്നാണ്, ഭാരതീയരാണ്. ആ നന്മ കാത്തു സൂക്ഷിക്കുന്ന ഭാഗമായി നമുക്ക് ഒരുമിക്കാം. ഈ KSSBയും ഈ നാട്ടിലുള്ള സാഹോദര്യത്തിന് വെളിച്ചം കാണിക്കുന്നവരും കൂടിയായി നമുക്ക് ഒരുമിക്കണം. നിങ്ങളെ ഈ മനോഹരമായ പരിപാടിയിൽ എന്നെ കൂടി പങ്കെടുക്കാൻ കാണിച്ച നന്മയ്ക്ക് എല്ലാവരോടും ഇതെന്റെ ഒരുപാട് കാലത്തെ ശത്രുവല്ല, സുഹൃത്ത്, എല്ലാവർക്കും നന്ദി. ഇതുവരെ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് യാതൊരു വിഷമവും ഞാൻ നടത്തുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവര്, നമ്മളെ ഇനിയിപ്പോ നമ്മളെ പരിപാടിയിൽ നമ്മളെ ഇടയിലുള്ള